ഇനിയതാ അബൂ മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹു തആല അൻഹു താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. നബി തങ്ങളെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നബി തങ്ങളുടെ കാലത്ത് അദ്ദേഹം മുസ്ലിമാണ്, യമനിലുണ്ടായിരുന്നത്. എന്താ അദ്ദേഹം ഉൽഖിയ ഫിന്നാർ, അദ്ദേഹത്തെ തീയിലേക്ക് ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടതായിരുന്നു. അദ്ദേഹത്തിനും ഇതേ സംഭവം തന്നെ ഉണ്ടായിരുന്ന അബൂ മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ പേർഷ്യയിൽ യുദ്ധം നടക്കുമ്പോ ഇതുപോലെ തന്നെ മറുകര കടക്കാനുള്ള മാർഗങ്ങളൊക്കെ പാലങ്ങളൊക്കെ തകർത്ത് തോണികളൊക്കെ തകർത്ത് ശത്രു മറുപക്ഷത്ത് അഭയം തേടിയപ്പോ ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യാണ്. ആ ദുആ ചെയ്തിട്ട് കൂട്ടുകാരോട് പറഞ്ഞു, അള്ളാഹുവിൽ തവക്കലാക്കിക്കോളി, ബിസ്മിൻ ചൊല്ലി ഇറങ്ങിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ യൂഫ്രട്ടീസ് നദിയുടെ മുകളിലൂടെ നടന്നുപോയി. വെള്ളം വേലിയേറ്റം കൊണ്ട് മരം കഷ്ണങ്ങളും പല സാധനങ്ങളും വന്ന് കരക്കടിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിറഞ്ഞു കവിയുന്ന സമയത്ത് അതിന്റെ മുകളിലൂടെ നടന്നുപോയി. അസ്കരി സുമ്മൽത്തഫത്ത ഇലാ സാഹിബി, അക്കരെ കടന്നിട്ട് കൂട്ടുകാരടുത്തേക്ക് ചോദിച്ചു, നിങ്ങൾ പോരും എന്തെങ്കിലും സാധനം പോയോ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയോ എന്തെങ്കിലും സാധനം? എന്ത് പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ദ്വാരം തരാം. എന്താന്നറിയോ, ദ്വാരം നോക്കാ കിട്ടുമോ നോക്കാന്നല്ല, ഞാൻ ദ്വാരം നേരം അങ്ങോട്ട് കിട്ടും തന്നെ, പോയിടെങ്കിൽ പറടാന്നത്. ഫക്കാല ബാദുരാർ പറഞ്ഞു, ഫഖത്തു മഖ്ലാത്തൻ, എന്റെ ഒരു മാറാപ്പ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ കൂട്ടിക്കെട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ഇത് ഇരുമുടിക്കെട്ട്. മാറാപ്പ് എന്ന് പറഞ്ഞ കുട്ടിയൊക്കെ അറിയില്ല, ഇരുമുടിക്കെട്ട് കാണുന്നവരാണ്. അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു മാറാപ്പ് കാണാൻ വീണ് പോയി പൊഴിയുന്നു, ആവർഷമാക്കണ്ട വാന്ന് പറഞ്ഞു. അങ്ങനെ പോയപ്പോ എത്തുമാനിയാണ് വാ എന്റെ കൂടെ വാന്ന് പറഞ്ഞു. അപ്പുറത്തുണ്ട് കരക്ക് ഒരു എന്തോ ഒരു കൊമ്പുമലോ കൊള്ളിമലോ ഒക്കെ കൊളത്തിയിട്ട് ഇതിങ്ങനെ നിൽക്കുന്നു. ആ പോയിട്ട് എടുത്തുണ്ടായി, ഒന്നും നഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിനാണ് അസ്വദുൽ അൻസി, പണ്ട് നബിയായി അഭിനയിച്ച ആളാണല്ലോ, അസ്വദുൽ അൻസി നബിയായപ്പോ തങ്ങളന്ന് ജീവിച്ചിരിപ്പുണ്ട്. അതാണ് മദീനത്ത് ജീവിച്ചിരിപ്പുണ്ട്. നബി തങ്ങൾ ജീവിക്കുമ്പോൾ തന്നെ അസ്വദുൽ അൻസി അവിടെ നബിയായിട്ട് അഭിനയിക്കുക. ലമ്മത്താനുഭവത്തെ കാല ലഹു, ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ ഖവലാനിയോട് ചോദിക്കുന്നു, അതശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് നീ ഷഹാദത്ത് ചെല്ലാൻ തയ്യാറുണ്ടോ എന്ന് അബൂ മുസ്ലിമിനോട് ചോദിച്ചപ്പോ കാലമാസ്മു പറഞ്ഞു, കേൾക്കണില്ല. പിന്നെയും പറഞ്ഞു കേൾക്കണില്ല. ഞാൻ അനുസരിക്കൂല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം, കേൾക്കണില്ല. അങ്ങനെ രണ്ടാമത് ചോദിച്ചു, അതശ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹ്, എന്നാ മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാന്ന് പറഞ്ഞു. അപ്പൊ കേൾക്കയ്യല്ലോ, മറ്റേ കേൾക്കണില്ല എന്ന് അനുസരിക്കാൻ തയ്യാറില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇത് കേൾക്കുന്നുണ്ട്. വലിയൊരു തീക്കുണ്ടാരമുണ്ടാക്കി. ആ തീക്കുണ്ടാരത്തിലേക്ക് ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹു തആല അൻഹു വലിച്ചെറിയപ്പെട്ടു. ഇതിക്കാണ് പിടിച്ചിട്ട് നോക്കുമ്പോ ആളിക്കത്തുന്ന തീയിൽ അബൂ മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹു തആല സുന്ദരമായിട്ട് സുന്നത്തൊക്കെ ഇരിക്കുക, നല്ല റാഹത്താനക്കാരം. തീയിന്റെ ഉള്ളില് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന് അല്ലാഹു തആല കൊടുത്ത മുഅ്ജിസത്ത് ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ ഖവലാനി എന്ന് പറയുന്ന താബീങ്ങളിൽപ്പെട്ട ഒരു മഹാന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല കൊടുക്കുന്നു എന്ന് മാത്രമല്ല, പിന്നീട് അദ്ദേഹം വഖസാറത്ത് അലൈഹി ബർദം വസലാമ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനുള്ളതുപോലെ തണുപ്പും രക്ഷയുമായി മാറി. വഖദിമൽ മദീനത ബഅദ മൗത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നബി തങ്ങൾ വഫാത്തായതിനു ശേഷമാണ് അദ്ദേഹം ഇയാളെ കൊന്നതിന് ശേഷം, അസ്വദുൽ അൻസിനെ കൊന്നതിന് ശേഷം മദീനത്ത് വന്നു. മദീനത്ത് വന്നപ്പോ അജ്ലസഹു ഉമറു ബൈനഹു വബൈന അബീ ബക്കർ റളിയല്ലാഹു അൻഹു, പിന്നെ അവിടെ സ്ഥലമുള്ളൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി, പിന്നുള്ളത് സിദ്ദീഖും ഫാറൂഖുമാണ് റളിയല്ലാഹു തആല അൻഹുമാ. അവര് രണ്ടാളും ഇരുന്നിട്ട് നടുവിലിരുത്തി, സിദ്ദീഖിന്റെയും ഫാറൂഖിന്റെയും നേരെ നടുവിൽ മധ്യത്തിലിരുത്തി അബൂ മുസ്ലിമിനെ. താബിയാണ്. വഖാല, എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അൽഹംദുലില്ലാഹില്ലദീ ലം യമുത്നി ഹത്താ അറാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഫഅല ബിഹി കമാ ഫഅല ബി ഇബ്രാഹിം ഖലീലുല്ലാഹ്. ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാമിനെ ശിക്ഷിക്കപ്പെട്ട അതേ ശിക്ഷ തൗഹീദിന്റെ പേരിൽ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ട് സുരക്ഷിതനായിട്ട് പുറത്തു വരുന്ന ഒരാളെ കാണാനുള്ള ഭാഗ്യം അള്ളാഹു എനിക്ക് തന്നു, അതിനു മുമ്പ് മരിക്കാൻ കഴിച്ചില്ലല്ലോ എന്ന്. ഇതാണ് തീയും ഒരു കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ, കാരണങ്ങളെ കീഴ്പ്പെടുത്തി കൊടുത്തു. കാര്യത്തിനനുസരിച്ചാണല്ലോ അല്ലാഹു തആല ആ കാരണം കീഴ്പ്പെടുത്തി. തീ ഒരു കടിപ്പിക്കാൻ കഴിയില്ല. ഇനി മാത്രമല്ല, ഉദയത്തുലഹു ജാരിയത്തുൻ അസ്സുമ്മ, ഏതോ ആളുടെ താല്പര്യത്തിന് വേണ്ടി ഒരു അടിമ സ്ത്രീ ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമിന് വിഷം കൊടുത്തു ഭക്ഷണത്തില്.
ഫലം യദുർറഹു, അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും മൂപ്പർക്ക് വന്നില്ല, ഒന്നും വന്നില്ല. വിഷം കഴിച്ചു, അപ്പം മരിക്കേണ്ട ജാതി വിഷ, പക്ഷെ അദ്ദേഹത്തിന് അതിന്റെ പേരിൽ ഒരു ജലദോഷപ്പനി വരെ വന്നില്ല. കാരണങ്ങൾ കീഴ്പ്പെടുത്തി കൊടുക്കില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔലിയാക്കന്മാർക്ക്. ഇനിങ്ങനെ ഇത്രഞ്ഞൊരു പാട് ഒരു ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു സ്വതന്ത്ര സേനാനികളുടെ പെൻഷൻ എന്ന് പറയുന്നതിൽ ഒരു മറ്റേ മുഹാജിരീങ്ങൾക്ക് പ്രത്യേക പെൻഷൻ കൊടുക്കലുണ്ടായിരുന്നു മുസ്ലിം ഗവൺമെന്റ്. 2000 ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദുൽ ഖൈസ് റളിയല്ലാഹു തആല അൻഹു കൊടുക്കുക. ഈ 2000 വാങ്ങിയിട്ട് ഗവൺമെന്റ് ഓഫീസിൽ നിന്നിട്ട് ഇറങ്ങിയാൽ വീട്ടിലെത്തുന്നത് വരെ കാണുന്നോൽക്കൊക്കെ ഇതിന്ന് ഒരു പിടി ഇങ്ങനെ വാരി കൊടുക്കും. എണ്ണലില്ല, 2000 ഒരു കെട്ടേക്ക് അതിനിങ്ങനെ വാരി കൊടുക്കും, കാണുന്നോൽക്കൊക്കെ കൊടുക്കും, വീട്ടിലേറ്റവും എല്ലാവർക്കും കൊടുക്കും. വീട്ടിലെത്തിയാൽ അവിടുന്ന് കൊടുത്ത 2000 ഒരു ചില്ലിക്കാശും കുറഞ്ഞിട്ടുണ്ടാവും, 2000 അവിടെ ഉണ്ടാവും. ആമിർ ഇബ്നു അബ്ദുൽ ഖൈസ് ഒക്കെ മുമ്പ് പറയുന്ന കേട്ടോ, ഒന്നുമല്ല. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മർറ ബിഖാഫിലത്തിൻ ഹബസഹുമുൽ അസദു, വഴിയിലൊരു സിംഹം വന്നിട്ട് ഒരു കച്ചവട സംഘം യാത്രക്കാരൻ അവർക്ക് പോകാൻ വയ്യ, അവർ പേടിച്ചിപ്പുറം മാറി നിൽക്കുക. മൂപ്പർ ചെന്നിട്ട് തോളിലിട്ടൊരു മുണ്ടുണ്ട്, അതുകൊണ്ട് സിംഹത്തിന്റെ അടുത്ത് പോയിട്ട് അടി കൊടുത്തിട്ട് ഈ ബൈക്കിൽ നിൽക്കുന്നു. സിംഹം വിടുവാന്നറിഞ്ഞിട്ട് ഒരു ചവിട്ടി കൊടുത്ത് കറ്റി. കാരണം ഇന്നമാനത്തെ കെൽബ് മിങ്കാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ കെൽബുകളിൽപ്പെട്ട ഒരു കെൽബ് മാത്രമാണ് സിംഹത്തിനോട് പറയുന്നത്. അള്ളല്ലാതെ വേറെ ആൾ എനിക്ക് ഭയപ്പെടാനാവൂല, പോടുന്നു വയ്ക്കുന്നു. ഔയോ മറത്തിൽ കാഫില, ചോടക്കാർക്ക് സ്വയമായിട്ട്. സിംഹത്തിന് അതൊന്നും അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് ഭർത്താനുള്ള കേസല്ല ഒക്കെ മൂപ്പര് പറയാണ്ടോ. ഞാൻ ഒരുപാട് സംഭവങ്ങൾ ഇനിയും പറയുന്നുണ്ട്. നോക്കി ഹസൻ അൽ ബസരി, പ്രസിദ്ധനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു അപ്രത്യക്ഷനാവുന്നു. ഹജ്ജാജ് ബിൻ യൂസുഫ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. ആരെ? ഹജ്ജാജ് ബിൻ യൂസുഫിനെ എല്ലാവർക്കും അറിയാലോ, ഹിറ്റ്ലർ, മുസ്ലിങ്ങളുടെ ഹിറ്റ്ലറാണ് അദ്ദേഹം. ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിനെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസർമാർ വരുമ്പോൾ ഫദഖലു അലൈഹി 6 മറാത്തിൻ, 6 പ്രാവശ്യം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓഫീസർമാർ വരുമ്പോ പടച്ചോനെ ഈ ലാലിമിന്റെ കയ്യിൽ നീ എന്നെ കൊടുക്കരുത് എന്തുവായിരുന്നു. വരുമ്പോ വലം യറൂഹു, ആളവിടെ ഉണ്ടാവും. വരുന്ന ഓഫീസർമാർക്ക് ആളെ കാണൂല, അവര് തിരിച്ചു പോവും. വീണ്ടും അടുത്ത ഓർഡർ, പിന്നെയും വരൂ. അങ്ങനെ 6 പ്രാവശ്യം വന്നു. ഒറ്റ പ്രാവശ്യം ആളവിടെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസായിരുന്നു. മറ്റേ അബൂലഹബിന്റെ പെണ്ണുങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ബേജാറാണ്ട് എന്നെ കാണൂലാറ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളും അടുത്തടുത്തിരിക്കുന്നു, നബി തങ്ങളെ കാണുന്നില്ല, സിദ്ദീഖിനെ കണ്ടു. ബോക്കറെ എന്റെ മുഹമ്മദ് ഇന്നെ ആക്ഷേപിച്ച് കവിത പാടുന്നുണ്ട് എന്ന് കേട്ടു ഞാൻ, ശരിയോടായി? അങ്ങനെ ഇല്ലട്ടോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സത്യം പറഞ്ഞു, കാരണം നബി തങ്ങൾ കവിത പാടില്ലല്ലോ, ഇത് തബ്ബത്ത് ഖുർആനാണ്, കവിത പാടില്ല. ഇജ്ജ് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമായി, അങ്ങനെ കളവ് പറയാത്ത ആളല്ലല്ലോ. കണ്ടാലുണ്ടല്ലോ, കണ്ടാൻ ശരിയാക്കി പറഞ്ഞു. ഓളിനെ കാണൂലാർന്നു. ആ അത്ഭുതമാണ് ഇവിടെ ആർക്ക് കൊടുക്കുന്നത്? തങ്ങളുടെ ആ മൊയ്ജിസത്താണ് ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു 6 പ്രാവശ്യം എന്നിട്ട് ആളവിടെ സ്ഥലത്തുണ്ട്, പക്ഷെ അവർക്ക് കാണാൻ കഴിയില്ല. സിറത്ത് ബിൻ അശ്യം റളിയല്ലാഹു തആല താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയതിന്, യുദ്ധത്തിന് പോകുന്നതിന്റെ ഇടയിൽ യുദ്ധത്തിന്റെ ഇടയിൽ കുതിര ചത്തുപോയി. ഫഖാല സിറാ റളിയല്ലാഹു അൻഹു ദുആ, അല്ലാഹുമ്മ ലാ തജല്ലി മഖ്ലൂഖിൻ അലയ്യ മിന്നാ, പടച്ചോനെ യുദ്ധം ചെയ്യുന്ന എന്റെ പടക്കുതിര ചത്തുപോയി, ഇനി മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുമല്ലോ. പടപ്പുകളിൽപ്പെട്ട ഒരാളെ ആശ്രയിക്കാൻ നീ ഇടവരുത്തല്ലേ പടച്ചോനെ. ദുആ ചെയ്യേണ്ട താമസം. ഫഅഹ്യാ ലഹു ഫർസഹു, ചത്ത ചകത്തീനെ ജീവനിടിച്ചോവർ, ചാകുങ്കിലാശത്തെ നന്നാക്കി വിട്ടോവർ. ചത്ത കുതിര എഴുന്നേറ്റ് നിന്നു. ഫലമ്മാ വസലൈലാ ബൈത്തി, യുദ്ധം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് എത്തി. അതുവരെ കുതിരക്ക് സാറാറില്ല. ഫഖാല, വീട്ടിലെത്തിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, മോനെ വിളിച്ചിട്ട് പറയാം, മോനെ ഹുസ് സുർജൽ ഫർസി, കുതിരയുടെ ജീനി എടുത്ത് അയച്ചു മാറ്റിക്കളാന്ന്. പിന്നെ ആരി, അത് വായ്പയാണ്. വായ്പയാണ്. എന്ത് വായ്പയാണ്? അള്ളാഹിനോട് തൽക്കാലം ചോദിച്ചു വാങ്ങിയ ചത്ത കുതിരയാണ്. മകൻ കുതിരയിൽ നിന്നിട്ടും ജീനി എടുത്തു മാറ്റി. ഫമാത്തൽ ഫർസ്, ഇപ്പോൾ തന്നെ ഇത് ചത്തു വീണു. അത്രയും ആവശ്യമുള്ളതായിരുന്നു വായ്പ. കണ്ടോ, വായ്പയാണ്. അള്ളാഹിനോട് വായ്പ വാങ്ങിയതാണ്. ഇവിടെ എത്തിയാൽ കഴിഞ്ഞു, തിരിച്ചുപോട്ടെയാണ് ആവശ്യം. ഇതൊക്കെ പറയണത് മൂപ്പര് തന്നെയാണ്. അതൊന്നും അള്ളാന്റെ ഔലിയാക്കന്മാരെ കറാമത്തിൽ അതൊന്നും വർത്താനല്ല, അതിനും വലിയ ഉണ്ടാവുന്ന അറിയുന്നത്. മറത്ത അദ്ദേഹത്തിന് തന്നെ ഒരിക്കൽ അഹ്വാസിൽ യുദ്ധത്തിന് പോകുന്നതിന്റെ ഇടയിൽ പട്ടിണിയായിപ്പോയി, ഭക്ഷണമൊന്നുമില്ല, ഒന്നും കിട്ടിയില്ല. അങ്ങനെ
ഫാക്കരത്തമ്ര, വിശന്ന് മരിക്കും എന്നുള്ളൊരവസ്ഥ. ആരുമില്ല സഹായിക്കാൻ, ഭക്ഷണം കിട്ടാനില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട താമസം. പിറ്റേ ബേക്ക് നോക്കുമ്പോൾ ഒരു വലിയ സഞ്ചി, അതോ പട്ടുതുണി കൊണ്ട് നിർമ്മിക്കപ്പെട്ട സഞ്ച. അതിൽ നോക്കുമ്പോൾ നല്ല പഴുത്ത് പാകമായ ഈത്തപ്പഴം. അവിടെ നിന്ന് ഒരു സാധനം കിട്ടാത്ത സ്ഥലത്ത് പഴം കഴിച്ചു. ഇത് പൊതിഞ്ഞിരുന്ന ആ പട്ടിന്റെ ആ തുണി ദീർഘകാലം തന്റെ ഭാര്യയുടെ അരികെ ഉണ്ടായിരുന്നു. അദ്ദേഹം യുദ്ധത്തിന് പോയ സാധാരണ പരിപാടി എന്തായിരുന്നു വെച്ചാൽ പകലൊക്കെ യുദ്ധമായിട്ട് ബന്ധപ്പെടും, രാത്രി കൂട്ടുകാരൊക്കെ വിശ്രമിക്കുമ്പോൾ ഒഴിഞ്ഞ വല്ല കാട്ടിലോ മലയിലോ പോയിട്ട് നേരം പുലരുന്നത് വരെ റളിയല്ലാഹു തആല അൻഹുവിന്റെ പരിപാടി. അങ്ങനെ ഒരു രാത്രി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മലയിൽ പോയി. അതിന്റെ ഒരു കാട്ടിൽ ഫലമ്മ അങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയിൽ കാണാ വജഅൽ അസദു, സിംഹം വന്നു. ഉപ്പ് നിസ്കരിക്കാൻ അങ്ങോട്ട് കൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല. നിസ്കരിക്കുന്നോടത്ത് സിനിമ വന്നിട്ട് അങ്ങനെ ഇരുന്നു. കാലലോ നിസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം പറഞ്ഞു, ചെങ്ങായി ഒത്തുരുപ്പ് സിംഹത്തിനോട് അറിയണേ, ചെങ്ങായി വെറുതെ പട്ടിണി നടക്കാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അള്ള വേറെ എവിടെ റിസ്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിക്കോ, ഇവിടെ പോയെന്നിട്ട് കാര്യം ഉണ്ടാവില്ല. എനിക്ക് നേരം പോകുമ്പോ പട്ടിണി ഉണ്ടാകുക. വല്ലല്ല സതുവലഹു സയീർ, സിംഹം ശബ്ദിച്ചുകൊണ്ട് അത് അതിന്റെ പാട്ടിന് തിരിച്ചു പോയി. പാതിരാത്രി സമയത്ത് ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് ഏതും അള്ളാനെ വേണ്ടതുപോലെ ഭയപ്പെട്ട അള്ളാന്റെ അടിമകളൊക്കെ അള്ളാന് വഴിപ്പെട്ടു വരും തന്നെ പറഞ്ഞതിന്റെ അർത്ഥം. സയ്യിദ് ഇബ്നു മുസയ്യിബ്, പിന്നെ അത് പ്രസിദ്ധ സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു യസീദിന്റെ കാലത്ത് ഹറാ യുദ്ധം നടന്ന സമയത്ത് മദീന പള്ളിയിൽ നിന്ന് ഇസ്മുൽ അദാന മിൻ ഖബരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔഖാത്തുസ് സലവാ, 5 വഖ്ത് സമയത്തും ബാങ്ക് കേട്ടിരുന്നു പള്ളി മദീനത്ത് റസൂലുള്ളാഹിന്റെ റൗദ ശരീഫിന്റെ ഉള്ളിന്ന്, ഖബർ ശരീഫിന്റെ ഉള്ളിന്ന്. വക്കാനൽ മസ്ജിദ് ഫലം യബ്ഖ ഗൈറുഹു, സയ്യിദ് ഇബ്നു മുസയ്യിബ് അല്ലാതെ പള്ളിയിൽ ഒരു കുട്ടിയില്ലാത്ത 3 ദിവസം കഴിഞ്ഞാണ്. മദീനത്ത് ബാങ്കില്ല, ജമാഅത്തില്ല, പള്ളിയിൽ ആരും കയറാതെ 3 ദിവസം. സയ്യിദ് ഇബ്നു മുസയ്യിബ് മാത്രം പള്ളിയിൽ. അദ്ദേഹം വളരെ പടുവൃദ്ധനാണ്. അദ്ദേഹം 5 വഖ്ത് നിസ്കാരത്തിന് ടൈം അറിഞ്ഞിരുന്നത് കണ്ണിന്റെ കാഴ്ച പോയിരുന്നു. അവസാനം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന്റെ ഉള്ളിൽ നിന്നും 5 വഖത്തിലും ബാങ്ക് കേട്ടിരുന്നു. ആ ബാങ്ക് കേട്ടിട്ടാണ് സയ്യിദ് റളിയല്ലാഹു തആല ഈ 3 ദിവസമായിട്ട് 15 വഖത്ത് നിസ്കരിച്ചത്. ഇനി വേറെ സംഭവം, നഹ് ഗോത്രത്തിൽപ്പെട്ട ഒരാള് കാനലഹു ഹിമാറുൻ, അയാൾക്ക് ഒരു കഴുതണ്ടായിരുന്നു. ഇങ്ങനെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളാ. അതിന്റെ ഇടയ്ക്ക് ഫമാത്ത ഫിത്തരിയെട്ടി, വഴിയിൽ വെച്ചിട്ട് കഴുത ചത്തു. കാലോ സാഹിബു, അപ്പൊ കൂട്ടുകാർ, ഇയാൾ നല്ല മനുഷ്യനാണ്, കൂട്ടുകാരെല്ലാവരും പറഞ്ഞു, ഹരുമൻ തോസമത്താക്കലാരി ഹാരിന, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി കുറേശ്ശെ ഞങ്ങളെ വാഹനത്തുമ്പോൾ കയറ്റിക്കൊള്ളാറുണ്ട്. കാലലോഹും അമ്മീരൂനി ഹുനയ്യ, കുറച്ച് ചെറിയൊരു താമസം തരും എനിക്ക് എന്ന് പറഞ്ഞിട്ട് സുമ്മത്തെ വല്ലാ വാസന ഉദുവ, നല്ലൊരു ഉദു ചെയ്ത് സല്ലാ റക്കഅത്തൈൻ 2 റക്കഅത്ത് നിസ്കരിച്ചു. അള്ളാഹുവേ, പടപ്പുകളിൽപ്പെട്ട ഒരാളുടെ മിന്നത്ത് ഔദാര്യം സ്വീകരിക്കാനുള്ള ഇട നീ എനിക്ക് നൽകല്ലേ എന്ന് പ്രാർത്ഥിച്ചപ്പോ ഫഅഹ്യാലഹു ഹിമാറഹു, ആ ചത്ത കഴുതയെ അല്ലാഹു തആല അദ്ദേഹത്തിന് ജീവിപ്പിച്ചു കൊടുത്തു. ഫഹമല അലൈഹി മതാഹു, അദ്ദേഹത്തിന്റെ സാധനം ചത്ത കഴുതയെ രണ്ടാമത് ഏൽപ്പിച്ചിട്ട് അതിന്റെ പുറത്ത് വെച്ചു കൊടുത്തു. ഉവൈസുൽ ഖറനി, ഇത് 1-2 കൂടി ഉള്ളൂ, ചുരുക്കി പറയാം. ഉവൈസുൽ ഖറനി റളിയല്ലാഹു തആല എല്ലാവർക്കും അറിയാം, താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹം വഫാത്തായപ്പോൾ വജദു ഫീ സിയാബിഹി അക്ഫാനൻ, അദ്ദേഹത്തിന്റെ ധരിച്ച ഒറ്റ വസ്ത്രം ഉണ്ടാകുക. മരിച്ചു നോക്കുമ്പോ അതിന്റെ ഉള്ളില് കഫൻ തുണി വേറെ ഉണ്ട്. ലംതക്കുമാഹു ഖബലു, അതിന്റെ മുമ്പ് അങ്ങനെ കഫൻ തുണി കൊണ്ടെടുക്കുന്ന ഏർപ്പാടുള്ള ആളല്ല, മുമ്പില്ല. മരണപ്പെട്ടു നോക്കുമ്പോൾ സ്വന്തം വസ്ത്രത്തിന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തെ കഫൻ ചെയ്യാൻ ആവശ്യമായ കഫൻ തുണി അല്ലാഹു സുബ്ഹാനഹു വ തആല കറാമത്ത് കൊണ്ട് അദ്ദേഹത്തിന് തന്നെയല്ല. ഖബറിക്കാൻ നോക്കുമ്പോ ഒരു പാറക്കെട്ടുള്ള പ്രദേശത്ത് അദ്ദേഹം വഫാത്തായത്. എന്താ ചെയ്യാന്ന് ബേജാറായി നിൽക്കുമ്പോൾ കാണാം, വജദുലഹു ഖബറൻ മഹ്ഫൂറൻ ഫീഹി ലഹദുൻ ഫീ സഖറ, ഒരു കരിമ്പാറയിൽ കൃത്യമായി വെട്ടി താഴ്ത്തി ഖബർ ഒരുക്കി തയ്യാറാക്കി വെച്ചൊരു ഖബർ, പാറക്കല്ലിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഖബർ. അവിടെ കഫൻ തുണിയുള്ളത് പോലെ തന്നെ ഫദഫനു ഫീഹി, ആ പാറക്കല്ലിൽ സ്വയം നിർമ്മിക്കപ്പെട്ടതോ അല്ലെങ്കിൽ കറാമത്ത് കൊണ്ട് പ്രത്യക്ഷപ്പെട്ടതോ ആയ ആ ഖബറിലാണ് അദ്ദേഹത്തെ മറമാടിയത്. വഖഫനു ഫീ തിൽകൽ അസ്വാബ്, ഈ അദൃശ്യമായി ലഭിച്ച ആ വസ്ത്രത്തിലാണ് അദ്ദേഹത്തെ കഫൻ ചെയ്തത്. ഇനി എന്താ, ഉഖബത്ത് ബിൻ ഫർഖദ് റളിയല്ലാഹു അൻഹു സല്ലി യൗമൻ ഫീ ശിദ്ദത്തിൽ ഹർ, കൊടുഞ്ചൂടുള്ള സമയത്ത് ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കാൻ നിന്നോടെ മുതൽ നിസ്കരിച്ച് സലാം വീട്ടുന്നത് വരെ നല്ലൊരു കാർമേഘം വന്നിട്ട് കൊട പോലെ അദ്ദേഹത്തിന്റെ മുന്നിൽ കൊട. ഈ അംർ ബിൻ ഉഖബ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ പറയും, ഞാൻ നിങ്ങൾ അമീറല്ലേ? ആ അമീറാണ്. എന്നാ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അനുസരിക്കേണ്ടി വരുന്നത്. ആയിക്കോട്ടെ.
അങ്ങനെ എവിടെ എത്തിയാലും വിശ്രമിക്കാൻ ഇറങ്ങിയാൽ എല്ലാവരോടും പോയി വിശ്രമിക്കാൻ പറയും. ഇവർ വാഹനങ്ങളൊക്കെ അയച്ചു മാറ്റലും സാധനങ്ങൾ എടുത്തു വെക്കലും ഇതിനെ മേക്കലും പണിയൊക്കെ മൂപ്പര്. തങ്ങളെ ഞങ്ങൾ അമീറല്ല, നിങ്ങൾ ചെയ്യാം. അമീറിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അമീറിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അമീറിനെ അനുസരിക്കണം എന്ന് ആദ്യം പറഞ്ഞു. അപ്പൊ ഈ അമീറിന് പറഞ്ഞാൽ ഞാൻ കൽപ്പിക്കാന്നല്ല, ഇവർക്കുള്ള ഹിദ്മത്താണ് മൂപ്പരുടെ ജോലി. ഇങ്ങനെ അദ്ദേഹത്തിനാണ് നിസ്കരിക്കാൻ നിൽക്കുമ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ മേഘക്കൊടൽ കൊണ്ട് തണുവ്. അതുപോലെ തന്നെ മുത്തരിഫ് അബ്ദുല്ലാഹിബ്നു ഷഖീർ റളിയല്ലാഹു അൻഹു വീട്ടിക്കാണ് സലാം ചൊല്ലി വീട്ടിക്കാണ് കയറിയാൽ സബ്ബഹത്ത് മഅഹു ആനിയതുഹു, വീട്ടിലുള്ള പാത്രങ്ങളെല്ലാം അദ്ദേഹം തസ്ബീഹ് ചെല്ലാൻ തുടങ്ങിയ തസ്ബീഹ, കൂട്ട തസ്ബീഹ. ആളൊറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ പാത്രങ്ങളും സാധനങ്ങളും വീട്ടുപകരണങ്ങളും ഒക്കെ തസ്ബീഹ് ചെല്ലുമായിരുന്നു. ഹനഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു വഫാത്തായി ഖബർ കൊണ്ടുവച്ചപ്പോ വഖഅത്ത് കലൻസുവത്തു റജുലിൻ, ഒരാളെ തൊപ്പി താഴെ വീണു, ഖബർക്ക് വീണു. ഫഅഹ്വാലി യഖുദഹാ, ഖബർ മൂടിയിട്ടില്ല, മയ്യത്താണ് വെച്ചിട്ടുള്ളൂ. മയ്യത്തൊക്കെ താന്നപ്പോ തലേന്ന് തൊപ്പി താഴെ വീണു. എടുക്കാൻ വേണ്ടി ഇയാൾ താന്ന് നോക്കുമ്പോ വജദൽ ഖബർ ഖദ് ഫുസ്സറു മദ്ദൽ ബസർ, ഖബർ ഇങ്ങോട്ട് വിശാലായിട്ട് കണ്ണെത്തുന്ന ദൂരം വരെ വിശാലമായി. അപ്പോൾ തന്നെ മറ്റേയാൾക്ക് കാണുന്നു. മഹാന്മാർക്ക് വിശാലമാക്കപ്പെടുന്നുള്ളതല്ല പ്രശ്നം, നോക്കിയാ കാണുന്നു കാഴ്ചക്കാർക്ക്. ഇങ്ങനെ ഇനി ഒരുപാട് ഒരുപാട് ഒരുപാട്. ഇബ്രാഹിം തൈമി റളിയല്ലാഹു അൻഹു യഖീമു അശ്ശഹറൈൻ അശ്ശഹറ ലാ യഅകുലു ശൈഅൻ, ഒരു മാസവും 2 മാസവും ഒക്കെ ഒരു സാധനവും ഭക്ഷിക്കാതെ 24 മണിക്കൂർ ഇബാദത്തിലായിരിക്കും. വെള്ളവും ഇല്ല, ഭക്ഷണവും ഇല്ല. അങ്ങനെ 2 മാസം 3 മാസം വരെയൊക്കെ. ഒരിക്കൽ ഖറജ യംതാറു ലിഅഹ്ലിഹി തആമൻ, വീട്ടുകാർ മൂപ്പർക്ക് ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന വീട്ടുകാർക്ക് ഭക്ഷണമാണല്ലോ. വീട്ടുകാർക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പുറപ്പെട്ടു. വലം യഖ്ദിർ അലൈഹി, നിവൃത്തി ഉണ്ടായില്ല, കാശില്ല. ഭക്ഷണം കിട്ടണമെങ്കിൽ കാശ് വേണ്ടേ? തിരിച്ചു വരാൻ പറ്റും. ഫമറ ബിസഹലത്തിൻ ഹംറാ, ചുവന്ന മണല് കൂടി കിടക്കുന്ന സ്ഥലമുണ്ട്. ആ മണൽ എന്താക്കി ഫഅഖദ മിൻഹാ, ഒരു സഞ്ചിയിൽ നിറച്ച് ഈ ചുവന്ന മണല് കുറെ അരിട്ട്. സുമ്മറജഅ ഇലാ അഹ്ലിഹി, വീട്ടിൽ ചെന്നു, അവിടെ കൊണ്ടുവച്ചു. വരുമ്പോ എന്തെങ്കിലും ഒന്നും ഉണ്ട് എന്നുള്ള ആൾക്ക്, പെരക്കാർക്ക് ഒരു സമാധാനം ആയിക്കോട്ടെ എന്നുള്ള ആൾക്കാ. ചെന്ന് നോക്കുമ്പോ ഫൈദായ ഹൻദത്തുൻ ഹംറാ, ചുവന്ന നല്ല ഗോതമ്പാണ്, നല്ല മണലാ ഭാര്യ. എന്നിട്ട് അതല്ല വെക്കാണ് ഇത് അതിരിയ മിന്ന, ഇത് വിത്തായിട്ട് പിന്നെ ഉപയോഗിച്ചിരുന്നു. ഈ വിത്തിട്ടുകൊണ്ട് കൃഷി ചെയ്താൽ തഖ്റുജു സുംബുലത്തു മിൻ അസ്ലിഹാ ഇലാ ഫർഇഹാ ഹബ്ബൻ മുതറാകിബാ, മുരട് മുതൽ തൂമ്പ് വരെ നിറയെ കതിര്, ഈ കതിര് നിറയെ ധാന്യങ്ങൾ. ഇങ്ങനെ ഒരു അത്ഭുത കറാമത്ത് സ്വർഗത്തിലെ ഗോതമ്പം പോലത്തെ കിട്ടിയ. അങ്ങനെ പാട്. അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ജീവിതത്തിലും മരണശേഷവും. ഇനി മരണശേഷത്ത് വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നെ പറയാ. അസ്ഹാബുൽ കഹ്ഫിന്റെ മാത്രം മതിയല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ, ആ ഖുർആനിൽ തന്നെ പണ്ട് പറഞ്ഞതിന്റെ ബാക്കിയാണത്. എന്താ പറഞ്ഞു? ലവിത്വലതലൈഹിം, അവിടെ അവര് മരിച്ചു കിടക്കുന്ന ആ ഖബറിലേക്ക് നിങ്ങളൊന്ന് എത്തി നോക്കുകയാണെങ്കിൽ, അവിടെ കയറി ചെല്ലണ്ട, പുറത്തുനിന്ന് ഇങ്ങനെ എത്തി നോക്കുക. ഇത്രയാണ് ലവല്ലൈത മിൻഹും ഫിറാറാ, അറിയാതെ നിങ്ങൾ പിന്തിരിഞ്ഞോടി പോകും. വല മുരീത മിൻഹും റുബാ, പേടി കൊണ്ട് നിറഞ്ഞു പോകും. നേരിട്ട് നബി തങ്ങളോടാണല്ലോ പറയുന്നത്, എല്ലാവർക്കും ബാധകം തന്നെ. 30,000 സൈന്യങ്ങളുണ്ട് ഇനി അതിന് യുദ്ധത്തിൽ. ഒരു വേള നബി തങ്ങളുടെ കൂടെ ആരുമില്ല. കളാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു പുറത്തും മൂത്താപ്പാന്റെ മകൻ ഹാരിസ് റളിയല്ലാഹു തആല മറ്റേ പുറത്തും, വേറെ ആരുമില്ല. ആ ഒരു ഘട്ടത്തിൽ പരസ്യമായിട്ട് അനൻ നബിയു ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയ ആളാ നബി. ഞാൻ നിങ്ങൾ പറഞ്ഞേക്കല്ല, ഞാൻ അള്ളാഹുന്റെ നബിയാണ്, അതിൽ യാതൊരു കളവുമില്ല, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്, നിങ്ങൾക്കറിയോ എന്ന് പറഞ്ഞ് 30,000 സൈന്യങ്ങളെ ഒറ്റയ്ക്ക് നേരിടാൻ ധൈര്യം കാട്ട നബിയോട് പറയുന്നു. 7 ചെറുപ്പക്കാരും ഒരു പട്ടിയും മരിച്ചു കിടക്കുന്ന ആ ഗുഹാമുഖത്തേക്ക് നിങ്ങൾ നോക്കിയാൽ പിന്തിരിഞ്ഞോടൊന്ന് മാത്രമല്ല വല മുലീത മിൻഹും റുബാ, പേടി കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു പോകും. അതിലും വലിയ കറാമത്ത് എന്താ? മരിച്ച് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ ആ ഗുഹയിലേക്ക് എത്തി നോക്കിയാൽ അപ്പൊ പിന്നെ നിങ്ങൾക്ക് കൂട്ടത്തിൽ സംശയം ഉണ്ടോ? എന്നാല് ഇവര് ഖുർആന്റെ ചരിത്രഭൂമിയിലൂടെ എന്ന് പറഞ്ഞുകൊടുത്ത് കുറെ തലയോട്ടിയും കയ്യിന്റെയും കാലിന്റെയും എല്ലും ഒരു നായിന്റെ തലയോട്ടിയും ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ ഉണ്ടാക്കാൻ വല്ല പണിയുണ്ടോ പുന്നബിയന്മാര്? അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹയെപ്പറ്റി അള്ളാഹ് പറഞ്ഞതാണ്, അതിനെ നിഷേധിക്കാൻ നിങ്ങൾ ഖുർആൻ ചരിത്രഭൂമിക്കാർക്കൊന്നും കഴിയില്ല. ഖുർആനിൽ ഇന്നും അള്ളാഹുവിന്റെ വെല്ലുവിളി എന്ന് കൃത്യതാണ്. നോക്കിപ്പോയാൽ വിത്തനത്താരെയും അങ്ങോട്ട് എത്തി നോക്കിയാൽ വല്ലൈത്ത മിന്നും ഫിറാറ, തീർച്ചയായും പേടിച്ച് പിന്തിരിഞ്ഞോടും, ഉള്ളു മുഴുവൻ പേടി കൊണ്ട് നിറഞ്ഞു പോകും. മരിച്ചാലും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കറാമത്ത് ഒരു മാറ്റമില്ല, അള്ളാഹു നിലനിർത്തും. ഇനി എത്രയോ സംഭവങ്ങളുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ തുടങ്ങിയ മഹാത്മാക്കൾക്ക് അസാധാരണമായ പല അത്ഭുത സിദ്ധികളും നൽകുമെന്നും അത് ഈ ലോക ജീവിതത്തിലും മരണ അനന്തരവും തുടർന്ന് വരുമെന്നും അത് ഇന്നതൊക്കെ നൽകൂ എന്നൊരു കൃത്യമായ പരിധി അതിനില്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ എത്രയും അവൻ നൽകും. പക്ഷെ സ്വന്തമായി ആർക്കും ഒരു കഴിവുമില്ല. ഇതാണ് നാം പറഞ്ഞു വരുന്നതല്ലോ. മഹാന്മാരായ സ്വഹാബത്ത്, താബിയുകൾ തുടങ്ങിയ മുൻഗാമികളായ മഹത്തുക്കൾക്ക് അല്ലാഹു നൽകിയ വളരെ പ്രസിദ്ധമായ ചില കറാമത്തുകളെയാണ് അൽ ഫുർഖാനിലൂടെ ഷെയ്ഖുൽ ഇസ്ലാം ഉദ്ധരിച്ചത്, നാം വായിച്ചത്. അത് മഹാന്മാരായ ഇമാമുകളുടെ പ്രസിദ്ധമായ പല ഗ്രന്ഥങ്ങളിലും ഉദ്ധരിച്ചതാണെങ്കിലും ഇതൊന്നും അത്ര ശരിയില്ല, അങ്ങനെയൊന്നും ഒരു കണക്കില്ലാത്ത കഴിവ് അള്ളാഹു നൽകില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ കൂടി ബഹുമാനിക്കുന്ന ആളായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കിതാബ് തന്നെ ഉദ്ധരിക്കാൻ കാരണം. അദ്ദേഹം തന്നെ തന്റെ മറ്റൊരു പ്രസിദ്ധ ഗ്രന്ഥമായ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം, ഇതും അൽ ഫുർഖാനിന്റെ ഗ്രന്ഥകർത്താവിന്റെ തന്നെ മറ്റൊരു പ്രസിദ്ധമായ കൃതിയാണ്. അതാണ് ഈ കാണുന്നത് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം. ഈ ഇഖ്തിലായിൽ അദ്ദേഹം മഹാന്മാരുടെ ഖബറിടങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറെ അനാചാരങ്ങളെ വിവരിച്ചു. അനന്തരം അദ്ദേഹം പറയാം, വലാ യദ്ഖുലു ഫീ ഹാദൽ ബാബി, ഈ അനാചാരങ്ങളായ കാര്യങ്ങളിൽ പെടുന്നില്ല മാ യുർവ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവം. എന്താണ്? മിൻ അന്ന ഖൗമൻ സമിഉ, ചില ആളുകളെല്ലാം, ഒരാൾ മാത്രമല്ല, ഖൗമ് എന്ന് പറഞ്ഞാൽ പലരും, ചില ആളുകളെല്ലാം കേട്ടു റദ്ദ സലാമി മിൻ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിൽ നിന്നും സലാം മടക്കുന്നതായി, ഖബറിടത്തിൽ തിരുനബി തങ്ങളുടെ ഹളറത്തിൽ ചെന്ന് സലാം പറയുമ്പോൾ ഖബറിനകത്തു നിന്ന് സലാം മടക്കുന്നതായി വ്യക്തമായി കേട്ട ധാരാളം അനുഭവങ്ങളുണ്ട്. അത് ഇപ്പറഞ്ഞ അന്ധവിശ്വാസങ്ങളിൽപ്പെട്ടതല്ല എന്ന് മാത്രമല്ല, ഔ ഖുബൂരി ഗൈരിഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത മറ്റു പല ഖബറിടത്തിൽ നിന്നും ഖബറിനകത്തു നിന്ന് സലാം മടക്കുന്നതായി കേട്ടിട്ടുണ്ട്. മിനസ്സാലിഹീൻ, മഹത്തുക്കളായ സാലിഹീങ്ങളുടെ ഖബറിടം, ആ ഖബറിനകത്തു നിന്നും സലാം മടക്കുന്നതായി കേട്ട സംഭവം അത് വളരെ പ്രസിദ്ധമായി പല ചരിത്രകാരന്മാരും ഉദ്ധരിച്ചതാണ്. ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉഹദിലെ ശുഹദാക്കളുടെ ഖബറിടത്തിങ്കിൽ ചെന്ന് സലാം പറഞ്ഞാൽ മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹു വളരെ വ്യക്തവും സ്ഫുടവുമായ നിലക്ക് സലാം മടക്കുന്നതായി കേട്ട ധാരാളം അനുഭവങ്ങളുണ്ട്. ഇത് ഒന്ന് എന്ന് വേണ്ട, മിനസ്സാലിഹീൻ, സ്വാലിഹീങ്ങളായ മഹാന്മാരായ പലരുടെയും ഖബറിടത്തിൽ ചെന്ന് സത്യവിശ്വാസികൾ സലാം പറയുമ്പോൾ അതിനകത്ത് നിന്ന് അവർ സലാം മടക്കുന്നത് കേൾക്കാറുണ്ട് എന്നത് നിഷേധിക്കേണ്ട കാര്യമല്ല. അന്ന സഈദ് ബിനുൽ മുസയ്യിബ്, താബിഈകളിൽ പ്രസിദ്ധനായ ബഹുമാനപ്പെട്ട സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു കാന യസ്മഉൽ അദാന, ബാങ്ക് വിളി കേൾക്കുമായിരുന്നു എന്നതും, മിനൽ ഖബരി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിനകത്തു നിന്നും, ലയാലിൽ ഹറ, യസീദിന്റെ ഭരണകാലത്ത് മദീന ഷരീഫിനെ പിടിച്ചുകുലുക്കിയ ഹറത്ത് സംഭവം നടന്ന 3 രാത്രികളിലും, ഈ 3 ദിവസങ്ങളിൽ രാവും പകലുമായി ഒരു വഖത്തും
മദീന പള്ളിയിൽ ബാങ്ക് നടക്കുകയോ ജമാഅത്ത് നിസ്കാരം നിർവഹിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അന്ന് കണ്ണിന് കാഴ്ചയില്ലാത്ത വൃദ്ധനായ ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു മറ്റുള്ളവരൊക്കെ നിർബന്ധിച്ചിട്ടും പള്ളിയിൽ നിന്ന് പുറത്തു പോകാതെ അദ്ദേഹം പള്ളിയിൽ തന്നെ നിലകൊള്ളുകയാണ് ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന് പുറത്ത് നോക്കി സമയം കണ്ടെത്താൻ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. മറ്റൊരാളും പള്ളിയിൽ ഇല്ലതാനും. അങ്ങനെ അദ്ദേഹം ഈ 3 ദിവസങ്ങളിലും നിസ്കാരം നേരത്തിന് നിർവഹിച്ചു. അദ്ദേഹം പറഞ്ഞത്, നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിനുള്ളിൽ നിന്ന് കൃത്യമായും ബാങ്ക് വിളി കേട്ടിരുന്നു. ഈ കേൾക്കുന്ന ബാങ്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നു താൻ നിസ്കാരം നിർവഹിച്ചിരുന്നത്. വനഹ്വി ദാലിക, ഇതുപോലെ മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ പോലെയുള്ളവരുടെ ഖബറിടത്തിന്റെ ഉള്ളിൽ നിന്നും ബാങ്ക് കേൾക്കുക, സലാം മടക്കുക പോലെയുള്ള കാര്യങ്ങൾ ഈ അന്ധവിശ്വാസങ്ങളിൽപ്പെട്ടതല്ല. ഫഹാദാ കുല്ലുഹു ഹഖ്ഖുൻ, ഇതൊക്കെ സത്യമാണ്. ലൈസ മിമ്മാ നഹ്നു ഫീഹി, നാം പറയുന്ന അനാചാരങ്ങളെന്നോ അന്ധവിശ്വാസങ്ങളെന്നോ പറയുന്ന പട്ടികയിൽ അവ പെടുന്നില്ല എന്ന് മാത്രമല്ല, വൽ അംറു അജല്ലു മിൻ ദാലിക വഅളമു, ഈ ഖബറിടത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ എന്നിങ്ങനെയുള്ള മഹാന്മാർ സലാം മടക്കുമെന്നു മാത്രമല്ല, അതിനേക്കാൾ എത്രയോ മഹത്തരവും ഉന്നതവുമാണ് അവരുടെ സ്ഥാനങ്ങൾ. അവരുടെ സ്ഥാനവും പദവിയും കൊള്ള നോക്കുമ്പോൾ അവരുടെ അടുത്ത് ചെന്ന് പറയുന്ന ആളുകളുടെ സലാം മടക്കുന്നത് പുറത്തു കേട്ടു എന്നത് ഒരു അത്ഭുതപ്പെടാനുള്ളതല്ല. അതിനേക്കാളൊക്കെ എത്രയോ മഹത്തായ സ്ഥാനവും മഹത്വവും അവർക്ക് അവരുടെ ഖബറിടത്തിലുണ്ട്. വകദാലിക അയ്ളൻ, ഇതുപോലെ തന്നെയാണ് വീണ്ടും പറയാം. മാ യുർവ അന്ന റജുലൻ, റിവായത്ത് ചെയ്യപ്പെട്ട ഒരു സംഭവം, ഒരു മാന്യൻ, ആരോ പേര് പറയുന്നില്ല, ഒരു മാന്യൻ ജാഅ ഇലാ ഖബരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിനരികെ വന്നു. ഫശക്ക ഇലൈഹി, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവലാതി ബോധിപ്പിച്ചു. അൽ ജദ്ബ, വരൾച്ചയെക്കുറിച്ച്. ആമ റമാദ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് ഉണ്ടായ ഒരു അസാധാരണമായ ഒരു വരൾച്ചയായിരുന്നു. വരൾച്ച കൊണ്ട് ഒരിറ്റു വെള്ളമില്ലാതെ പച്ചപ്പുള്ള എല്ലാം ഉണങ്ങി വരണ്ട് പൊടിയായി കാറ്റിൽ പറന്ന് എവിടെ നോക്കിയാലും ഒരു വെണ്ണീറിന്റെ നിറമില്ലാതെ മറ്റൊന്നും കാണാനില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ വർഷത്തിന് തന്നെ ചരിത്രം ആമുർ റമാദ എന്ന് പറയാൻ കാരണം. ആമുർ റമാദ വർഷത്തിൽ വരൾച്ച അതികഠിനമായ സന്ദർഭത്തിൽ ഒരു വ്യക്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിടത്തിങ്കിൽ ചെന്നു. എന്നിട്ട് ഈ വരൾച്ചയെ സംബന്ധിച്ച് അവിടത്തോട് അവലാതി പറഞ്ഞു. ഫറആഹു വഹുവ യഉമുറുഹു, ഈ വ്യക്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടു. അൻ യഅതിയ ഉമറ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ചെല്ലാൻ. ഫയഉമുറഹു അൻ യഖ്റുജ ഫയസ്തസ്ഖിയ ബിന്നാസ്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ച് അദ്ദേഹത്തോട് ജനങ്ങളെ കൂട്ടി മൈതാനിയിൽ പോയി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുന്നതായി അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു. ഇങ്ങനെ നബി തങ്ങളുടെ ഖബറിടത്തിങ്ങൾ ചെന്ന് അവിടത്തോട് ആവലാതി പറയുകയും മഴയില്ലാത്ത കാര്യത്തെ സംബന്ധിച്ച് സങ്കടം ബോധിപ്പിക്കുകയും ചെയ്തപ്പോൾ അതിന് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിലൂടെ നിർദ്ദേശം നൽകിയ സംഭവം അതും തന്നെ ഫഇന്ന ഹാദാ ലൈസ മിൻ ഹാദൽ ബാബ്, ഈ അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്ന പട്ടികയിൽപ്പെടുന്നതല്ലാതെ. വമിസ്ലു ഹാദാ, ഇതുപോലുള്ള മഹാന്മാരായ ആളുടെ ഖബറുകൾ അരികെ ചെന്നുകൊണ്ട് അവരോട് സങ്കടം പറയലും അവലാതി ബോധിപ്പിക്കലും ചെയ്യുമ്പോൾ അതിനവർ അവിടെ നിന്ന് പരിഹാരം നിർദ്ദേശിക്കുക എന്നത് യഖൗ കസീറൻ, ധാരാളമായി സംഭവിക്കാറുണ്ട്. ഇതൊരൊറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ലീമൻ ഹുവ ദൂന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളാവണ്ട അതിനേക്കാളൊക്കെ എത്രയോ താഴെ പടിയിലുള്ള മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ഖബറിടത്തുങ്ങൾ ചെന്ന് തങ്ങൾ ഈ അനുഭവപ്പെടുന്ന സങ്കടങ്ങളും അവലാദികളും അവിടെ ബോധിപ്പിച്ചാൽ അതിനുള്ള പരിഹാരം അവരുടെ മാർഗത്തിൽ നിന്ന് നിർദ്ദേശിക്കുക എന്നത് ധാരാളം വരും. അതിന് തങ്ങളുടെ അത്രയും വലിയ പദവിയൊന്നും വേണ്ട, അതിനേക്കാളൊക്കെ താഴെയുള്ള മഹാന്മാരിൽ നിന്ന് വരും. നമുക്കറിയാമല്ലോ, മമ്പറത്ത് മഴയില്ലാത്ത സമയത്ത് കൊടിയെടുക്കാൻ പോകുക എന്ന് പറയുന്ന ഒരു നടപടിക്രമം മുൻകാലങ്ങളിൽ നമ്മുടെ നാടുകളിൽ വ്യാപകമായി ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്താൽ അതിന് പെട്ടെന്ന് പരിഹാരമുണ്ടാകലും ഉണ്ടായിരുന്നു. ഇതൊന്നും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. എന്നിട്ട് അദ്ദേഹം പറയാം, എനിക്കറിയാം, വ്യക്തിപരമായി എനിക്ക് തന്നെ അറിയാം, മിൻ ഹാദിഹിൽ വഖായി, ഇങ്ങനെയുള്ള സംഭവങ്ങൾ
മഹാന്മാരായ ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളുടെ കബറിടങ്ങളിൽ ചെന്നുകൊണ്ട് അവരോട് ആവലാദികളും സങ്കടങ്ങളും ബോധിപ്പിക്കുമ്പോൾ അവരതിന് പരിഹാരം നിർദ്ദേശിച്ചതായി കൊണ്ടുവന്ന ഒരുപാട് സംഭവങ്ങൾ എനിക്കറിയാം. കസീറൻ, ധാരാളം. അത് തങ്ങളുടേത് തന്നെ നിഷേധിക്കേണ്ട ആവശ്യമില്ല. അതിന് കീഴിൽ തന്നെയുള്ള ആളുകൾക്ക് സാധിക്കാമെന്നല്ല, എനിക്ക് തന്നെ അത്തരം ധാരാളം സംഭവങ്ങൾ നേരിട്ടറിയാമെന്ന് അദ്ദേഹം പറയുന്നു. വക്കദാലിക, ഇതുപോലെ തന്നെയാണ് സുആലു ബഅദിഹിം ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവരുടെ വഫാത്തിന് ശേഷം റൗളാ ശരീഫിങ്ങൾ ചെന്നുകൊണ്ട് ചോദിച്ചതായി. ഔലി ഗൈരിഹി മിൻ ഉമ്മത്തിഹി, അതല്ലാത്ത നബിതങ്ങളല്ലാത്ത തന്റെ ഉമ്മത്തുകളിൽപ്പെട്ട മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ശുഹദാക്കളുടെയൊക്കെ ഖബറിടങ്ങളിൽ ചെന്നുകൊണ്ട് ചോദിച്ചതായി. ഹാജത്തുഹു, തങ്ങളുടെ പല ആവശ്യങ്ങളും ഈ മഹാന്മാരായ ആളുകളുടെ ഖബറിടത്തിന്റെ ചെന്നുകൊണ്ട് ചോദിക്കുകയും ഫതുഖുല്ലാലഹു, അത് മുഖേന അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുകയും ചെയ്യുക എന്നത് അതും നിഷേധിക്കേണ്ട കാര്യമല്ല. ഫഇന്ന ഹാദാ ഖദ് വഖഅ കസീറ, ഇതും ധാരാളമായി സംഭവിച്ചിട്ടുണ്ട്. വലൈസ ഹുവ മിമ്മാ നഹ്നു ഫീ, നാം പറയുന്ന അന്ധവിശ്വാസം, അനാചാരം എന്ന പട്ടികയിൽ അത് പെടുന്നില്ല. മഹാന്മാർ, അള്ളാഹു ആദരിച്ച അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ പോലെയുള്ള മഹാന്മാരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാര് അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിടങ്ങൾ ചെന്നുകൊണ്ട് സത്യവിശ്വാസികളായ മൂമിനുകൾ അവരുടെ ആവലാദികളും ആവശ്യങ്ങളും സങ്കടങ്ങളും അവരോടുന്നയിക്കുകയും അവർ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിർവഹിക്കുകയും ചെയ്യുക എന്നത് ധാരാളം ധാരാളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വാലൈക അൻ തഅലമ, നീ മനസ്സിലാക്കണം, അന ഇജാബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഈ ഉത്തരം ചെയ്തത്, ഔ ഗൈറുഹു, അല്ലെങ്കിൽ നബി തങ്ങളല്ലാത്ത മഹാന്മാരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ ഉത്തരം ചെയ്യുന്നത്, ലിഹൗലായി സ്വാലിഹീൻ, അവരുടെ ഖബറിടങ്ങളിൽ ചെന്ന് ചോദിക്കുന്ന ഈ സാധാരണക്കാരായ ആളുകൾക്ക് മഹാന്മാരായ അള്ളാഹുവിന്റെ അമ്പിയാക്കളും ഔലിയാക്കളും ഇവരുടെ ആവലാദികൾക്കും സങ്കടങ്ങൾക്കും ഉത്തരം നൽകുക എന്നത് ലൈസ മിമ്മാ യദുല്ലു അല ഇസ്തിഹ്ബാബി സുആൽ, ചോദ്യം ചോദിക്കലുണ്ട്, ചോദിച്ച ഉത്തരം തരലുണ്ട്. അതുകൊണ്ട് അങ്ങനെ പോയി ചോദിക്കൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമൊന്നുമല്ല. പോലുണ്ട്, ചോദിക്കലുണ്ട്, ചോദിച്ചാൽ കിട്ടലുണ്ട്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് അങ്ങനെ ഈ മഹാന്മാരുടെ സാന്നിധ്യത്തിൽ ചെന്നുകൊണ്ട് അവരോട് സങ്കടങ്ങൾ പറഞ്ഞ ആവശ്യങ്ങൾ ചോദിക്കണം എന്നൊരു പ്രത്യേക സുന്നത്തൊന്നുമില്ല. എന്തുകൊണ്ട്? ചിലപ്പോ ചോദിക്കണോ കൊടുക്കും, ചോദിക്കണമെങ്കിൽ ഇഷ്ടമില്ലാത്തവൻ ചിലപ്പം ചോദിക്കലുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അഞ്ഞു മൂപ്പരെ ഇജ്തിഹാദാ പറയുന്നത് കേട്ടോ. ഫഇന്നഹു ഹുവൽ ഖായിലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇന്ന അഹദക്കും ലയസ്അലുനിൽ മസ്അല, ജീവിതകാലത്താ പറയുന്നത്. അപ്പൊ ഒരു കാര്യം ഉറപ്പ്, ജീവിതകാലത്തും മരണശേഷവും അള്ളാഹു ആദരിച്ച മഹാന്മാരോട് തങ്ങളുടെ ആവശ്യപൂരണത്തിന് വേണ്ടി ആവശ്യപ്പെടുക, അപേക്ഷിക്കുക എന്ന് പറയുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച കാലത്തും മരണശേഷവും വ്യാപകമായി നടന്നുകൊണ്ടിരുന്നതാണ്. അതൊരു തെറ്റായ പ്രക്രിയയൊന്നുമല്ല. എന്നോട് നിങ്ങൾ ചിലർ വന്ന് പലതും ചോദിക്കും, ചോദിക്കുമ്പോൾ ഞാനത് നൽകും. ഒരു കാര്യം എന്നോട് വന്ന് ചോദിച്ചാൽ ഞാനത് നൽകും. പക്ഷേ ഫയഖ്റുജു ബിഹാ യതഅബ്ബതുഹാ നാറ, ആ ചോദിച്ച സാധനം അവൻ വാങ്ങിക്കൊണ്ടു പോകുമ്പോൾ അവൻ കക്ഷത്തിടുക്കി പോകുന്നത് യഥാർത്ഥത്തിൽ എനിക്കിഷ്ടമില്ലാത്തതായതുകൊണ്ട് അത് നരകത്തെയാണെന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യം. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ചോദിക്കുക, ആവശ്യമില്ലാത്ത ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോഴായിരിക്കാം. ഏതായാലും ഫഖാലു, അപ്പൊ അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലായിട്ടുള്ളവരെ, എങ്കിൽ പിന്നെ ഫലമാ തുഅതീഹിം, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ പിന്നെ ഓൽക്കെന്തിനാ കൊടുക്കുന്നെന്നാല് ചോദിക്കുന്നവർക്ക് കൊടുക്കാന്നാ പോരെ. കാലാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യബൂനില്ലാ യസ്അലൂനി, അവര് എന്നോട് ചോദിച്ച് അടങ്ങും, ചോദിക്കാൻ അവർ വിസമ്മതിക്കുന്നില്ല, എന്തായാലും അവർ ചോദിക്കും. വയബല്ലാഹു ലിയൽ ബുഖ്ല, എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ അതിന് കൊടുക്കാതിരിക്കാൻ പറയുന്ന ഒരു ലുബ്ധതയാണ്, പിശുക്കാണ്. പിശുക്ക് എന്ന സ്വഭാവം എന്നെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. അപ്പൊ എന്നോട് ചോദിച്ച ഏതൊരു കാര്യവും ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഹറാമ് കൊടുക്കുന്നതാണോ, കുഫ്രിയത്ത് കൊടുക്കുന്നതാണോ? അതൊരിക്കലും അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരാൾക്ക് മുസ്ലിമാകാൻ സാധ്യമല്ല. മറിച്ച് ചോദിക്കുന്ന കാര്യം ഹലാല് തന്നെ, ചോദിക്കാം, അനുവദനീയമാണ്. ചിലപ്പോൾ ചോദിക്കാതിരിക്കലായിരിക്കും കൂടുതൽ അത് ചോദിക്കുന്നതിനേക്കാൾ. അങ്ങനെയുണ്ട് ചില കാര്യങ്ങൾ ചോദിക്കൽ അനുവദനീയമാണ്, ഹലാലാണ്. പക്ഷേ എങ്കിൽ പോലും ചോദിക്കാതിരിക്കലായിരിക്കും നല്ലത്.
അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചോദിക്കാതിരിക്കലാണ് നല്ലത് എങ്കിൽ പിന്നെ ചോദിക്കരുത് എന്ന് പറയാതെ നിഷേധിക്കാതെ നിരുത്സാഹപ്പെടുത്തും. അങ്ങനെ പലപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചോദിച്ചത് കൊടുത്തിട്ട് അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിരുത്സാഹപ്പെടുത്തും. അത് ഹറാമായതുകൊണ്ടല്ല, ഉപേക്ഷിക്കലാണ് നല്ലത് എന്നത്. അതേ സമയത്ത് തെറ്റായ അനിസ്ലാമികമായ നിഷിദ്ധമായ എന്ത് കാര്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചാലും അതപ്പോൾ അതിനെ വിരോധിക്കുകയും അതിനെ മേലിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി താക്കീത് ചെയ്യുകയും ചെയ്യുക എന്നത് നബി തങ്ങളുടെ മേൽ ഫർളായ കടമയോ. ഇവിടെ ദീൻ പഠിപ്പിക്കാൻ വന്ന ആളല്ലേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ദീനിൽ വിരോധിക്കപ്പെട്ട തെറ്റായ ഒരു കാര്യം തന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ഒരാളിൽ നിന്നിട്ട് കണ്ടാൽ ആ സെക്കൻഡിൽ അതിനെ ഇല്ലായ്മ ചെയ്യുകയും അതിനെ നിരോധിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന നബി തങ്ങളുടെ ദഅവത്തിന്റെ ഒരു നിർബന്ധമായ ഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പൊ അതല്ല, ചോദിക്കാൻ അനുവദനീയമാണ്. അനുവദനീയമായതോടുകൂടി തന്നെ ചോദിക്കുകയും ചോദിക്കാതിരിക്കുകയും ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളിൽ ചിലത് ചോദിക്കാതിരിക്കലായിരിക്കും നല്ലത്. അവിടെ ചോദിച്ചാൽ അവർക്ക് കൊടുക്കും, അത് സന്തോഷത്തോടു കൂടിയായിരിക്കില്ല. കാരണം എന്താ, അത് ഉത്തമമല്ലാത്തത് കൊണ്ടാ. എന്നാൽ അനുവദനീയമായതുകൊണ്ടാണ് വിരോധിക്കാത്തത്. ഇങ്ങനെ വരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് മൂപ്പരെ സ്വന്തം ഇജ്തിഹാദാണ് ആ വിഷയത്തിൽ. ഇജ്തിഹാദ് ശരിയാവാം, തെറ്റാകാൻ രണ്ടും വരാം എന്നല്ല. വഅക്സറു ഹൗലാഇ സായിലീൻ, ഇങ്ങനെ ഈ മഹാന്മാരോട്, അമ്പിയാക്കൾ ഉൾപ്പെടെയുള്ള മഹാന്മാരോട് ചോദിക്കുന്ന ഈ ആളുകളിൽപ്പെട്ട അധിക പേരും അൽ മുൽഹീന, കീർത്തിച്ച് നിറഞ്ഞ വാശി പിടിച്ച് വിട്ടുപോകാത്ത നിലക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ആളുകള് ലിമാഹും ഫീഹി മിനൽ ഹാലി, അവരുടെ അവസ്ഥ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് നിറവേറി കിട്ടിയേ മാറ്റൂ. ഒരു നിർബന്ധിത അവസ്ഥയിൽ അവർക്ക് മറ്റൊരു നിവൃത്തി അവരുടെ മുന്നിൽ കാണുന്നില്ല. അതുകൊണ്ട് അവരുടെ ആ പ്രത്യേക അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് അവർ വാശി പിടിച്ച് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ലൗലം യുജാബു, അവർക്ക് ഇങ്ങനെയുള്ള മഹാന്മാർ, നബിമാർ, ഔലിയാക്കൾ, സഹായങ്ങൾ ഇതിന് മറുപടി നൽകിയിട്ടില്ലെങ്കിൽ, ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ ലത്തറബ ഈമാനവും, അവരുടെ ഈമാൻ തന്നെ തകരാറായി പോവും. എനിക്ക് ഏക ആശ്രയ കേന്ദ്രം തിരുനബി തങ്ങളാണ്, അല്ലെങ്കിൽ ഈ ഔലിയാക്കന്മാരാണെന്ന് മനസ്സിലാക്കി അവിടെ ചെന്ന് ഇയാൾക്ക് മറ്റൊരു നിവൃത്തിയും മുന്നിൽ കാണാത്തപ്പം അവരോട് നിർബന്ധിപൂർവ്വം ആവർത്തിച്ച് ചോദിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇതൊക്കെ വെറുതെ തട്ടിപ്പാണ്, ഇവരൊക്കെ നമ്മളെപ്പോലെ തന്നെ, അവർക്കെന്ത് പ്രത്യേകത എന്ന് പോയിപ്പോവും. അങ്ങനെ വന്നാൽ അവരുടെ ഈമാൻ തകരാറാവുമല്ലോ. പിള്ള ഈമാൻ പോകണ്ടെന്ന് എഴുതിയിട്ട് കൊടുക്കുകയാണ്. ഈമാൻ തകരാറാകരുത്, ഉള്ള ഈമാൻ നിലനിൽക്കട്ടെ. അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും ഇതൊന്നും പ്രയാസമുള്ള കാര്യമല്ല. അള്ളാഹുവിന്റെ അടുക്കൽ അവർക്കുള്ള സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ സാധാരണക്കാർ അത് ഒഴിവാക്കുകയായിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത്. പക്ഷെ അവർ ഒഴിവാക്കാൻ തയ്യാറല്ല. അഥവാ ഇവർക്ക് ഉത്തരം കൊടുത്തില്ലെങ്കിൽ അവരുടെ ഈമാൻ തന്നെ തകരാറായി പോകും എന്നതുകൊണ്ടാണ് കമാ അന്ന സായിലീന ലഹു ഫിൽ ഹയാത്തി, ജീവിതകാലത്ത് തന്നെ അങ്ങനെയാണ്. നബിതങ്ങളോട് ചെന്ന് ചോദിക്കുന്നവർ കാലും കദാലിക്ക് അങ്ങനെയായിരുന്നു ചിലര്. അവർക്ക് നല്ലോണം കിട്ടിയാൽ നല്ല ഈമാനാവും, നല്ല മൂമിനാവും. കിട്ടാനുള്ള ഈമാൻ തന്നെ തകരാറാവും. അങ്ങനത്തെ ചില ബലഹീനമായ ഈമാനുള്ള ആളുകൾ ഉണ്ടായിരുന്നു ചെന്ന് ചോദിക്കുന്നത്. വഫീഹിം മന്നുജീബ, അങ്ങനെ അക്കാലത്ത് ചോദിച്ചവരിൽപ്പെട്ടവർ ചോദിച്ചവന് ഉത്തരം കൊടുത്തു, അവർക്ക് പരിഹാരമായി കൊടുത്തു. ഉമറ ബിൽ ഖുറൂജ് മിനൽ മദീന, ഇവൻ മദീനയിൽ താമസിക്കാൻ പറ്റില്ല, പുറത്തുണ്ടാക്കാൻ പറഞ്ഞ സംഭവം വരെ ജീവിതകാലത്ത് ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഒരു കാര്യം സത്യം, എന്നാലും ഇത് ചോദിക്കൽ ജായിസ് തന്നെയാണ്. ജായിസ് ആയതുകൊണ്ടാണ് നബി തങ്ങൾ അതിന് ഉത്തരം ചെയ്തത്. പക്ഷേ ഉത്തമമല്ലാത്തത് കൊണ്ട് നിരുത്സാഹപ്പെടുത്തി എന്നല്ലാതെ ഇത് അനിസ്ലാമികമാണെന്നോ ഷിർക്കിലേക്ക് കൂട്ടുന്നതാണെന്നോ കുഫ്രിയത്തിലേക്ക് എത്തിക്കുന്നതാണെന്നോ തെറ്റാണെന്നോ പറയാൻ നിവൃത്തിയില്ല. പ്രോത്സാഹനജനകമായതുമുണ്ട്, ചിലതൊക്കെ അല്ലാത്തതുമുണ്ട്. എങ്കിൽ പോലും എല്ലാം അനുവദനീയം എന്ന പട്ടികയിൽപ്പെടുത്തുന്നത് തന്നെയാണ്. ഫൈഹാദൽ ഖദ്റു, ഇത്രയും കാര്യങ്ങൾ ചോദിച്ചതിന് ചിലപ്പം മറുപടി നേരിട്ട് പറയുന്നത് കേട്ടു, അല്ലെങ്കിൽ അതിന് പരിഹാരം നിർദ്ദേശിച്ചു കൊടുത്തു, അത് അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാക്കി കൊടുത്തു. ഇങ്ങനെയൊക്കെ ഇത് സംഭവിച്ച യക്കൂനു കറാമത്തൻ ലി സാഹിബിൽ ഖബർ, ആ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരാരോ അവരുടെ കറാമത്താണ്. അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ കാര്യം നാദിച്ചു കിട്ടുക എന്ന് പറയുന്നത് ആ മഹാന്മാരുടെ കറാമത്താണ്. അമാ ഇന്നഹു യദുല്ലു അലാ ഹുസ്നി ഹാലിസായിലി, ചോദിക്കുന്ന നന്ന് അയാളുടെ ഉഷാറോടെ, ചോദിക്കുന്ന ആളുടെ ആത്മാർത്ഥത കൊണ്ടാ കിട്ടിയത് എന്ന് ഫല, അത് പറയാൻ പാടില്ല. ചോദിക്കുന്ന ആളുടെ ആത്മാർത്ഥത കൊണ്ട് അല്ലെങ്കിൽ അയാളുടെ ഒരു പ്രത്യേക അവസ്ഥ കൊണ്ടിട്ട് കിട്ടിയതാണ് എന്ന് വിചാരിക്കണ്ട. മറിച്ച് ആ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നബിമാർ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ പോലെയുള്ള മഹാന്മാരുടെ കറാമത്താണ് ഈ പ്രത്യക്ഷപ്പെട്ടത്. അത് ഖബറിൽ കിടക്കുമ്പോഴും അവർക്ക് കറാമത്തുണ്ട്. ആ കറാമത്ത് പ്രത്യക്ഷപ്പെടലും നടപ്പിലാകലും ഉണ്ട്. ഫലാ ഫർഖ ബൈന ഹാദാ വഹാദാ, നബി തങ്ങളുടെ
കബറിടമാവട്ടെ മറ്റൗലിയാക്കന്മാരുടെ കബറിടമാവട്ടെ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഒക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, അമ്പിയാക്കന്മാരുണ്ട്, ഇഷ്ടദാസന്മാർ അള്ളാഹു തആല അവർക്ക് വാഗ്ദാനം ചെയ്തതായ അസാധാരണമായ മാർഗത്തിലൂടെയുള്ള സഹായങ്ങളും കഴിവുകളും നൽകുമെന്ന് പറഞ്ഞത് അതവർ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോഴും സാധാരണയായി നടക്കാറുണ്ട്. വകദാലിക ഇങ്ങനെ തന്നെ മായദ്കറു മിനൽ കറാമാത്തി വഖവാരിഖുൽ ആദാത്തില്ലത്തി തൂജദു ഇൻദ ഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീൻ. ധാരാളം ചുരുക്കി പറയാം. വകദാലിക ഇതുപോലെ തന്നെ മായദ്കറു പറയപ്പെടുന്നതായി ചരിത്രങ്ങളിൽ കാണാം. മിനൽ കറാമാത്തി കറാമത്തുകളിൽ നിന്നും വഖവാരിഖുൽ ആദാത്ത്, ഖവാരിഖുൽ ആദാത്ത് പറഞ്ഞാൽ സാധാരണ സംഭവങ്ങളും, അല്ലത്തി തൂജദു ഇൻദ ഖുബൂരിൽ അംബിയാ പ്രവാചകന്മാരുടെ കബറിടങ്ങളിൽ അങ്ങനെ പല കറാമത്തുകളും പല അസാധാരണ സംഭവങ്ങളും ഉണ്ടാവും. വസ്സാലിഹീൻ നബിമാർ മാത്രമല്ല മറ്റു സ്വാലിഹീങ്ങളുടെയും കബറിടത്തിൽ ഉണ്ടാകാം. ഏതുപോലെ മിസ്ല നുസൂലിൽ അംബാർ, ചില കബറിടത്തിൽ പ്രത്യേകമായ പ്രകാശം ഇറങ്ങുന്നതായി കാണാം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തായിട്ട് മറമാടിയെടുത്ത് രാത്രിയായാൽ നേരം പുലരുന്നതുവരെ സൂര്യപ്രകാശം പോലത്തെ ഒരു പ്രത്യേക പ്രകാശം ആ ഖബറിൽ നിന്നും മേൽപോട്ടുയരുന്നതായി ഒരു മാസക്കാലം വരെ തുടർച്ചയായിട്ട് കാണുമായിരുന്നു. ഈ അത്ഭുതം കണ്ടിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ആ ഖബറിടങ്ങൾ വരികയും ഈ അത്ഭുതം നേരിൽ ദർശിക്കുകയും മഹാനവറുകളുടെ തിരുസന്നിധിയിൽ വെച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്തതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് ബുഖാരി ഇമാമിന്റെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. മഹാന്മാരായ അംബിയ ഔലിയാക്കന്മാരുടെ ഖബറിടങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാം. വൽ മലായിക്കത്തി ഇൻദഹാ, ഇങ്ങനെയുള്ള കബറിടത്തുകൾ അള്ളാഹുവിന്റെ മലായിക്കത്തിന്റെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകുക എന്നതും അത് അവരുടെ കറാമത്തിന്റെ ഭാഗമാണ്. പിശാചുക്കൾ അവിടെ ഒരു സ്വാധീനവുമില്ല. അവിടെ എത്തിയ പിശാച് പുറം കാണിക്കും. അങ്ങനെ എപ്പോഴും ഉണ്ടല്ലോ ചില മഹാന്മാരുടെ കബറിടത്തുങ്ങൾക്ക് ശൈത്താൻ രോഗം ബാധിച്ച ആളുകളെ ചികിത്സാർത്ഥം കൊണ്ടുപോയ ഒരു നിശ്ചിത ദൂരത്തെത്തിയ പിന്നെ അങ്ങോട്ട് കടന്നാൽ പിന്നെ ആൾക്ക് ശൈത്താനുമില്ല, സുഖേടുമില്ല, ഭ്രാന്തുമില്ല, ഒന്നുമില്ല. അവിടെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒന്നുമില്ല. കാരണം ആ പ്രത്യേക ബൗണ്ടറിയിലേക്ക് പിശാചിന് പ്രവേശനമില്ല. ആളിങ്ങോട്ട് പോകുന്ന ഈ പരിധി വിട്ട് കഴിഞ്ഞാൽ രണ്ടാമത് പഴയ ആൾ അതുപോലെ തന്നെ ഇതേ സുഖേട് വാങ്ങി വരും. കാരണം എന്താ ശൈത്താൻ അവിടെ മാറി നിൽക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമ്മളെ കൊണ്ടോട്ടിക്കാർ സാധാരണ പറയുന്നുണ്ട്, കൊടിയോരത്തിങ്ങന്ന് അങ്ങോട്ട് പിന്നെ എത്താൻ കിടക്കൂല, തങ്ങൾ പാപ്പാന്റെ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള സ്ഥലം ഉണ്ട് എന്നുള്ള ഉറപ്പ്. കൈപ്പെട്ട് കൊണ്ടോട്ടി ഉണ്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയാണ് അവര് പറയാ. അതിന്റെ മുരീതന്മാര് പറയുന്നത് ഈ കൊടിമരത്തിന്റെ അപ്പുറത്തേക്ക് പിശാചി കിടക്കൂല. ഇത് തന്നെ അനുഭവം. കാരണം ഭ്രാന്തോ അതുപോലെയുള്ള ശൈത്താനിയായ വല്ല രോഗമോ പിടിപെട്ട ആള് കൊണ്ടുപോകുമ്പോൾ കൊടിമരം വരെ പല ഗോഷ്ഠികളും കാണിക്കും. കൊടിമരത്തിങ്ങൾ എത്തിയാൽ ഒക്കെ നോർമലായി. പിന്നെ അവിടുന്ന് പോയി സിയാർത്ത് ചെയ്ത് തിരിച്ച് ഇവിടെ എത്തുന്നത് വരെ ഒരു പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാവാന്നാ പറയുന്ന ഇയാള്. പിശാചിക്കൾക്ക് പ്രവേശനം നിരോധിക്കപ്പെട്ട് പ്രത്യേക കാവൽ മേഖല മഹാന്മാരുടെ ഖബറുമായി ബന്ധപ്പെട്ട പരിസരത്തുണ്ടാകും. വൽ ബഹായിമി എന്ന് മാത്രമല്ല, ഒരു കെട്ടിടവുമില്ല, പ്രത്യേക ഒരു സംരക്ഷണവുമില്ല, നാക്കാലികൾ മേഞ്ഞു നടക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഈ ഖബറിടത്തിന്റെ പരിസരത്ത് ചുറ്റു കുറച്ച് സ്ഥലത്ത് നാക്കാലി മേയില്ല, അതിന്റെ മുകളിൽ ചവിട്ടൂല, അതിന്റെ പരിസരത്ത് തൊട്ടടുത്ത് വരാതെ മാറി നിൽക്കുക. ഇങ്ങനെയുള്ള സംരക്ഷണം ഉണ്ടാകാം. വന്തിഫാരി അൻഹ, ആകെ തീപിടുത്തുണ്ടായി, ചുറ്റുഭാഗവും കത്തി തകർന്നു പോയപ്പോ ഈ ഖബറുമായി ബന്ധപ്പെട്ട സ്ഥലം എത്തിയപ്പോ തീ തന്നെ അണഞ്ഞുപോയി, തീ അങ്ങോട്ട് എത്താതെ. അങ്ങനെയും ഉണ്ടാകാം കറാമത്ത്. വഅമ്മൻ ജാവറഹ, ഈ ഖബറിന്റെ തൊട്ട് സമീപത്തുള്ള അയൽവാക്കക്കാർ അവർക്കും ഈ തീപിടുത്തം അനുഭവപ്പെടാതെ പോയെന്നിരിക്കാം. വശഫാഅത്തു ബഅദിഹിം ഫീ ജീറാനിഹി മിനൽ മൗതാ, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ചില മഹാന്മാർ തന്റെ സമീപത്ത് കൊണ്ടുവന്നു വെച്ച ഒരു മയ്യത്ത്, ആ മയ്യത്ത് പാപിയായതുകൊണ്ട് നരകാവകാശിയായിരുന്നു. പക്ഷേ സമീപത്തിരിക്കുന്ന ഈ മഹാനായ വലിയന്റെ ശഫാഅത്ത് കൊണ്ട് ഈ പാപിയായ വ്യക്തിയുടെ പാപം പൊറുക്കപ്പെട്ട് അദ്ദേഹം നരകമുക്തനാക്കപ്പെട്ട സംഭവമുണ്ട്. അതൊക്കെ അയൽവക്ക വന്നെന്നുള്ളവർക്ക് ദുന്യാവിൽ അവർ പലതും ചെയ്യുന്നത് പോലെ ഖബറിടത്തിലും അവരങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ മഹാന്മാരുടെ കറാമത്തിൽപ്പെട്ടതാണ്. ഇവന് തീമിയ അറിയണ കേട്ടോ, നിങ്ങൾ അറിയേണ്ടത് കൊണ്ടോട്ടി തങ്ങൾ പാപ്പെല്ലാം അറിയുന്നത്. പിന്നെ വസ്തിഹ്ബാബിൽ ഇന്ദിഫാന് അൻദ ബഅദിഹിം, ചില മഹാന്മാരുടെ അടുക്കിൽ സമീപത്ത് മറമാടൽ പുണ്യമാണ് എന്ന് പറയാനൊക്കെ കാരണതാ. ചില മഹാന്മാരുടെ ഖബറിടത്തിന് സമീപത്ത് മറമാടൽ പുണ്യമാണ്
എന്താ പുണ്യം? അത് ആ മഹാന്മാരുടെ സമീപത്താകുമ്പോ അവരുടെ ഷഫാഅത്ത് കൊണ്ട് രക്ഷ കിട്ടും. അങ്ങനെ പുണ്യപ്പെട്ട ചില സ്ഥലങ്ങളും ഉണ്ട്. ഹുസൂലുൽ ഉൻസി വസ്സകീനത്തി അൻദഹാ, നല്ല മനസ്സമാധാനവും ശാന്തിയും ചില കബറെടുത്ത് ഏത് സംഘർഷം നിറഞ്ഞ് മനസ്സിങ്ങനെ എരിപൊരി കൊള്ളുന്ന സമയത്ത് ചില മഹാന്മാരുടെ കബറിടത്തിങ്ങൾ എത്തിയാൽ അവനെ അറിയാതെ പ്രത്യേകമായ ഒരു മനഃശാന്തിയും സമാധാനവും അവന് അനുഭവപ്പെടുന്നതായി കാണാം. വനുസൂലിൽ അദാബി ബിമൻ ഇസ്തഹാന ബിഹാ, ചില മഹാന്മാരുടെ ഖബറത്തെ നിസ്സാരപ്പെടുത്തി അവഹേളിച്ചവർക്ക് അപ്പോൾ തന്നെ അദാബ് ഇറങ്ങിയതായി കാണാം. അവരെ ഒരു തെറുപോയി മസ്ഹറെ കണ്ടാരെ അപ്പോഴേ നാടെല്ലാം തീയായി നിറച്ചോവർ എന്ന് പറഞ്ഞില്ലേ? ജീവിതകാലത്ത് കുറച്ച് ഓവറായി പോയി എന്ന് ചിലർക്ക് തോന്നലുണ്ട്. സംഗതി അതിലൊന്നും ഒരു ഓവറുമില്ല. അങ്ങനെ മൊയ്തീൻ ഷെയ്ഖിനെ ഒരാൾ കളിയാക്കി പരിഹസിച്ച് അയാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി നോക്കുമ്പം ലോകം മുഴുവൻ തീയാണ്. അപ്പൊ സാധുക്കൾ മനസ്സിലാക്കി എന്താ, ഒരു ഷെയ്ഖിനെ പരിഹസിച്ചെങ്കിൽ അയാൾക്ക് തീ കൊടുത്താൽ പോലെ ലോകം ഒന്നായിട്ട് പറഞ്ഞാൽ ഇവൻ നോക്കുന്നിടത്തൊക്കെ തീയാന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ബാക്കിയുള്ളവർക്ക് തീയറ്റീന്നല്ല. ഇവന് എങ്ങോട്ട് തിരിഞ്ഞാലും ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും തിരിയണോടത്തൊക്കെ തീയെ. അത് ബാക്കിയുള്ളവർക്ക് ഒട്ടുമല്ല. അതന്നെ ഇപ്പൊ പറയുന്നത്. അവനാന്റെ ഷെയ്ഖന്മാര് പറഞ്ഞ കിതാബെങ്കിലും ഓതി പഠിക്കാഞ്ഞിട്ടായി പ്രശ്നമൊക്കെ. അതുകൊണ്ടാണ് ഞാൻ അതെന്നെ എടുക്കുന്നത്. വേറെ കിതാബുകൾ ഇഷ്ടം പോലെ ഇല്ലാഞ്ഞിട്ടല്ല. ഇങ്ങനെയുള്ള കറാമത്തുകളൊക്കെ ഹക്കുൻ, അതൊക്കെ സത്യമാണ് കൂട്ടരെ. ലൈസമിമാനോവി, നമ്മൾ പറയുന്ന അന്ധവിശ്വാസം അനാചാരം എന്നൊന്നും പറയുന്ന പെട്ടതല്ല. ഇതൊക്കെ സത്യമാണ്. വമാഫി ഖുബൂരിൽ അംബിയാഇ വസ്വാലിഹീൻ, മഹാന്മാരായ അംബിയാക്കളും സ്വാലിഹീങ്ങളുമായ മഹത്തുക്കളുടെ ഖബറിടത്തിലുള്ളത് മിൻ കറാമത്തില്ലാ, ഖബറിടത്തിൽ അവർക്ക് അല്ലാഹു നൽകുന്ന കറാമത്ത്, വറഹ്മത്തിഹി, ആ ഖബറിടത്തിൽ അല്ലാഹു തആല അവർക്ക് നൽകുന്ന റഹ്മത്ത്, വമാലഹാ ഇൻദല്ലാഹി മിൻ ഹുർമത്തി, അവർക്ക് അല്ലാഹുവിന്റെ അടുക്കലുള്ളതായ മഹത്തായ ആദരവും, വൽ കറാമത്തി, കറാമത്തും, ഫൗഖമാ യതമഹമുഹു അക്സറുൽ ഖൽഖ്, ധാരാളം ആളുകളും വിചാരിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ മഹത്തരമാണ്. ആക്കെ മരിച്ചാക്ക കഴിഞ്ഞ് ജീവിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചില ഇതൊക്കെ ഉണ്ട്, മരിച്ചൊക്കെ കഴിഞ്ഞ് എന്ന് വിചാരിക്കണ്ട. മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ഇങ്ങനെയുള്ള മഹാന്മാരായ അമ്പിയാക്കൾ സ്വാലിഹീങ്ങളായ ആളുകൾക്കുള്ള ഖബറിടത്തിൽ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന കറാമത്തും റഹ്മത്തും അതിനുള്ള ഹുറുമത്തും കറാമത്തും പലരും വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് മഹാന്മാരുടെ. ലാക്കിൻ ലൈസ ഹാദാ മൗദിഉ തഫ്സീൽ ദാലിക, ഇപ്പോൾ നമ്മൾ മഹാന്മാരുടെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്നല്ല പറയുന്നത്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താന്ന്. അതുകൊണ്ട് ഇപ്പൊ ഇത് പറയുന്നില്ല. ഇപ്പൊ ഇവിടെ വിഷയം ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീമിൽ പറയുന്നത് ഖബറിടത്തിങ്ങൾ ചെന്ന് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളാണ്. അനാചാരമാണ്, തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കുക. അതുകൊണ്ട് ഏതൊക്കെയാണ് മഹാന്മാരുടെ ഖബറിടത്തിനുള്ള മഹത്വം, എത്രത്തോളമുണ്ട് അവരുടെ കറാമത്ത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ വിവരിക്കുന്നില്ല. ഇങ്ങനെ നമ്മളൊക്കെ വിചാരിക്കുന്ന പലതും എവിടെയും എത്തിയിട്ടില്ല. അതിനേക്കാളൊക്കെ എത്രയോ മഹത്തായ, കാരണം എന്താ, ദുന്യാവിൽ നിന്നിട്ട് വിട്ടുപിരിയലോടുകൂടി മുഅ്മിനുകളായ പ്രത്യേകിച്ച് സാലിഹീങ്ങളും മഹാന്മാരുമായ ആളുകളുടെ പദവികളും സ്ഥാനങ്ങളും കഴിവുകളും മഹത്വങ്ങളും കണക്കില്ലാതെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് അവരുടെ കറാമത്ത് വർദ്ധിക്കുകയല്ലാതെ കറാമത്ത് എവിടെയും അപ്രത്യക്ഷമാവുന്നില്ല. ഇങ്ങനെ അപ്പോ മഹാന്മാരായ ഔലിയാക്കൾ അമ്പിയാക്കൾ പോലെയുള്ള അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അവൻ കൊടുക്കുന്ന മഹത്വങ്ങളും സ്ഥാനങ്ങളും ആദരവുകളും കറാമത്തുകളും അതവരുടെ ജീവിതത്തിലെന്നോ മരണശേഷം ഖബറിടത്തിലെന്നോ അതിന്റെ ശേഷമുള്ള ജീവിതത്തിലെന്നോ വ്യത്യാസമില്ലാതെ അത് അല്ലാഹു തആല കണക്കില്ലാതെ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തതാണ്. അത് ലോകത്ത് നടപ്പിലായി കണ്ട അനുഭവമാണ് അദ്ദേഹം ഇപ്പോൾ വിവരിച്ചത്. ഇങ്ങനെ പറഞ്ഞാൽ എണ്ണമറ്റ അനുഭവങ്ങൾ വിഷയത്തിലുണ്ട്. ഇയാക്കള് നെഞ്ഞത്തടിക്കുകയും മറ്റ് ഒരു നിരപരാധിയായ കുട്ടിയെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് അനിസ്ലാമികമാണ് എന്നതും റിഫായി റാത്തീബ് നടത്തുന്ന ആളുകൾ, അതുപോലെ തന്നെ ജീലാനി ഷെയ്ഖ് തങ്ങളുടെ ഖാദിരി റാത്തീബ് നടത്തുന്നവരും പലപ്പോഴും ആയുധപ്രയോഗത്തോടു കൂടിയുള്ള
റാത്തീബുകൾ സംഘടിപ്പിക്കാറുണ്ടല്ലോ. ഈ റാത്തീബുകളിൽ പറയുന്നത് മഹാന്മാരുടെ കറാമത്തിന്റെ ഭാഗമായതുകൊണ്ട് അതിന് പറയപ്പെട്ട നിബന്ധന അനുസരിച്ച് ചെയ്യുമ്പോൾ അതിന് തെറ്റില്ല. ചില പ്രത്യേക സാഹചര്യത്തിൽ അത് പുണ്യകർമ്മമായി മാറും എന്നൊക്കെ പറഞ്ഞു. എങ്കിൽ തെറ്റായ ചില നേർച്ചാസ്ഥലങ്ങളിലും അത്തരം കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പാടൊരു മുക്കൂട്ട് ചോദ്യം. മനസ്സിലായില്ലേ? ഷിയാക്കൾ ചെയ്യുന്നത് അനിസ്ലാമികമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനപരമായ ഒന്നാമത്തെ കാരണം തന്നെ ബഹുമാനപ്പെട്ട മഹാന്മാരായ അഹ്ലുബൈത്ത്, ആ അഹ്ലുബൈത്തിന്റെ നേതാവായ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെ ഗർബലയിൽ അക്രമമായി വധിക്കപ്പെട്ടതിലുള്ള ദുഃഖാചരണമാണ് അടിസ്ഥാനപരമായി ഷിയാക്കൾ നടത്തുന്ന മുഹറം ആഘോഷം. യഥാർത്ഥത്തിൽ ഇസ്ലാം ദുഃഖാചരണത്തിന്റെ എല്ലാ ഭാഗങ്ങളും നിഷേധിക്കുകയും നിരോധിക്കുകയും ചെയ്തിരിക്കുന്നു. ദുഃഖാചരണവും അതിനുവേണ്ടിയുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കലും ഹറാമായിക്കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. ദുഃഖാചരണത്തിന്റെ പേരിൽ മരണവീട്ടിൽ ഭക്ഷണം തയ്യാറാക്കൽ പോലും നിഷിദ്ധമാണ് എന്നാണ് പണ്ഡിതന്മാരുടെ വീക്ഷണം. കണ്ണോക്കിന്റെന്നും അന്തരത്തിന്റെ പേരിലും ഒക്കെ പറയുന്ന ഇത് മരിച്ച മയ്യത്തിന്റെ മേൽ ദുഃഖമാചരിക്കാനാണെങ്കിൽ, ആ ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അത് അനിസ്ലാമികവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതും നിഷിദ്ധവും ആണ്. അതേസമയത്ത് സത്യവിശ്വാസികൾ ചെയ്യുന്നത് അങ്ങനെയല്ല. മരിച്ച ആളുകളുടെ പരലോക ഗുണത്തിനു വേണ്ടി, അവരുടെ പാപമോചനത്തിനു വേണ്ടി, അവരുടെ ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി സദഖ ചെയ്യുകയാണ്. സദഖയിൽ അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം വിതരണം ചെയ്യുക എന്ന സദഖ. ഏത് സദഖയുമാവാം, പക്ഷേ ഭക്ഷണം വിതരണം ചെയ്യലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സദഖ. ആ സദഖ എന്ന നിലക്ക് മരിച്ച അന്നത്തെ ദിവസമാവട്ടെ, 3-ന്റെ അന്നാവട്ടെ, 7-നാവട്ടെ, 15-നാവട്ടെ, 40-നാവട്ടെ, ഇനി അല്ലാത്ത ദിവസങ്ങളിലാവട്ടെ, ഈ മരണപ്പെട്ട വ്യക്തിക്ക് പരലോകത്ത് പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയും അദ്ദേഹത്തിന്റെ പാപം മോചനം ലഭിക്കാൻ വേണ്ടിയും എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന സദഖകളിൽ വെച്ച് ഏറ്റവും പുണ്യപ്പെട്ടതാണ്. അത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുകയോ നിരോധിക്കുകയോ ചെയ്തിട്ടില്ല. സഹാബത്ത് അങ്ങനെ സംഘടിപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അതിൽ പങ്കെടുക്കുകയും ചെയ്തതായി സഹിഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ ഒരേ കാര്യം തന്നെ നിയ്യത്ത് കൊണ്ട് രണ്ടായി മാറുന്നു എന്നർത്ഥം. ഈ ഭക്ഷണം കൊടുക്കൽ തന്നെ ചിലപ്പോൾ ബിദ്അത്തും ഹറാമുമായി മാറുന്നു. അതേസമയത്ത് അത് തന്നെ ഏറ്റവും പുണ്യകരമായ സദഖയും, അത് ഈ മരണപ്പെട്ട വ്യക്തിയുടെ ദോഷം പൊറുക്കാനും അദ്ദേഹത്തിന്റെ പരലോകത്ത് ഗുണം ലഭിക്കാനും കാരണമാകുന്ന പുണ്യ സദഖയും ആയി അത് തന്നെ മാറും നിയ്യത്തനുസരിച്ച്. ഇതല്ലാതെ ദുഃഖാചരണം എന്ന നിലക്കുള്ള യാതൊരു ആചാരവും ആർക്കും അല്ലാഹു തആല അനുവദിച്ചിട്ടില്ല. ആർക്കൊഴിച്ച് ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് 4 മാസവും 10 ദിവസവും ഇദ്ദ വേണം. ഈ ഇദ്ദ ദിവസങ്ങളിൽ ദുഃഖാചരണം അവനോട് കൽപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് വഫാത്തിന്റെ ഇദ്ദയിലുള്ള സ്ത്രീ ആഭരണം ഉപയോഗിക്കാൻ പാടില്ല, സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, അലങ്കാര വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൂടാ എന്നൊക്കെ പറയാൻ കാരണം ഇത് ഇസ്ലാമിൽ പ്രത്യേകമായി ഒറ്റപ്പെട്ട ഒരു പ്രത്യേക സംഗതിയാണ്. ഭർത്താവ് മരണപ്പെട്ടാൽ അവരുടെ ഭാര്യ 4 മാസവും 10 ദിവസവും ഇദ്ദയിരിക്കുമ്പോൾ ഈ ഇദ്ദകാലം ദുഃഖാചരണമാണ്. ഇതല്ലാതെ ഇസ്ലാം ഒരാൾക്കു മരണപ്പെട്ടതിന്റെ പേരിൽ, അത് എങ്ങനെ മരണപ്പെട്ടാലും അതിന്റെ പേരിൽ ദുഃഖമാചരിക്കാൻ കൽപ്പിച്ചിട്ടില്ലെന്നല്ല. ദുഃഖാചരണം അല്ലാഹുവിന്റെ റസൂലും വിരോധിച്ചിരിക്കുക. ഒരാൾ മരിച്ചതിന്റെ പേരിൽ സാധാരണ ധരിക്കുന്ന വസ്ത്രധാരണത്തിന്റെ രീതി മാറ്റൽ പോലും ഹറാമാണ്. സാധാരണ തലപ്പാവ് ധരിക്കുന്ന ഒരാള് തന്റെ വാപ്പ മരിച്ചു, അതിന്റെ പേരിൽ ഒരു ദുഃഖാചരണത്തിന്റെ പേരിൽ ആ തലപ്പാവ് അഴിച്ച് ചുമലിലൂടെ ഇടുകയാണെങ്കിൽ അത് ഹറാമാണെന്നാ വിധി. സാധാരണ വെള്ളവസ്ത്രം ധരിക്കുന്ന ഒരാള് അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അവൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാൾ മരിച്ചു എന്നതിന്റെ പേരിൽ ഒരു കറുത്ത വസ്ത്രം ധരിക്കുന്നു, അത് ഹറാമാണ്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ കറുത്ത ബാഡ്ജ് ധരിക്കല്. ദുഃഖാചരണം എന്നതിന്റെ പേരിൽ കറുത്ത ഒരു കഷ്ണം ബാഡ്ജാണെങ്കിലും ഇസ്ലാമിന്റെ നിയമം ഹറാം എന്നാണ്. ദുഃഖാചരണം ഇസ്ലാം നിരോധിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ കാരണം. അപ്പോ ആ കൂട്ടത്തിൽ ദുഃഖാചരണമാണ് ഷിയാക്കൾ സംഘടിപ്പിക്കുന്നത് എന്നതുകൊണ്ട് അടിസ്ഥാനപരമായി തന്നെ അത് ഹറാമാണ്. 2, സ്വന്തം ശരീരത്തെ
അനാവശ്യമായി പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹു ഹറാമാക്കിയ കടുത്ത കുറ്റമാണ്. അടിസ്ഥാനപരമായി ദുഃഖാചരണം ഹറാമാണ്. അതിന്റെ പുറമെ സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുക എന്നത് അള്ളാഹു വിരോധിച്ച നിഷിദ്ധമായ കാര്യമാണ്. ഇത് രണ്ടും അവർ ചെയ്യുന്നു. ഇതുകൊണ്ട് അത് പാടില്ല. അടിസ്ഥാനപരമായും ഹറാമാണ്, അതിൽ ചെയ്യുന്ന കർമ്മപരമായും ഹറാമാണ് എന്നർത്ഥം. അതും റാത്തീബിലെ ആയുധപ്രയോഗവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം അത് മഹാന്മാരായ ഔലിയാക്കൾ പ്രത്യേക രീതിയിൽ ദിക്ർ ചെല്ലാൻ കൽപ്പിക്കുകയും ആ ദിക്റിന് നിശ്ചിത രീതിയും നിശ്ചിത എണ്ണവും നിർദ്ദേശിക്കുകയും അതിന് ചില നിബന്ധനകളും വിശേഷണങ്ങളും അവർ കൽപ്പിക്കുകയും ചെയ്തു. ഇത് പാലിച്ചുകൊണ്ട് അവരുടെ അനുവാദമുള്ള ആളുകളുടെ മേൽനോട്ടത്തിൽ അവരുടെ നേതൃത്വത്തിൽ നിബന്ധനയൊത്ത രീതിയിൽ ദിക്ർ ചൊല്ലി അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തി ഈ മഹാന്മാർ പറഞ്ഞ നിബന്ധന പാലിച്ചുകൊണ്ട് അവർ ആയുധം പ്രയോഗിക്കുമ്പോൾ അവിടെ നിഷിദ്ധത്തിന്റെ യാതൊരു ഭാഗവും വരുന്നില്ല. കാരണം ഇവിടെ അപകട സാധ്യത ഇല്ല, ശരീരത്തിന് പീഡനം ഏൽക്കുന്നില്ല, ശരീരത്തിന് പരിക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സംഗതിയിൽ അപകടകരമായി ഒന്നുമില്ല. അതുകൊണ്ട് നിഷിദ്ധം എന്ന പട്ടികയിൽ അതിനെ പെടുത്താൻ പറയുന്ന കാരണങ്ങളില്ല. അതോടുകൂടി മഹാന്മാർ അവരുടെ കറാമത്തിന്റെ ഭാഗമായി അവരുടെ നിർദ്ദേശവും അവരുടെ ഉപദേശവും സ്വീകരിച്ചുകൊണ്ട് നിശ്ചിത നിബന്ധനയോടുകൂടി നടത്തുന്ന ദിക്റിന്റെ മജ്ലിസിൽ മാത്രം ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് അവരുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ചെയ്തതിന്റെ പേരിൽ അവരുടെ കറാമത്ത് മറ്റുള്ളവരുടെ കയ്യാൽ പ്രത്യക്ഷപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും മുഅ്ജിസത്തും കറാമത്തും അവരിൽ നിന്ന് നേരിട്ട് പ്രത്യക്ഷപ്പെടും പോലെ അവരെ പിമ്പറ്റി അവരുടെ മാർഗം സ്വീകരിച്ച് നടക്കുന്നവരിൽ നിന്ന് അവരിലൂടെയും ഈ മഹാന്മാരുടെ കറാമത്തും മുഅ്ജിസത്തും പ്രത്യക്ഷപ്പെടും എന്നതിന്റെ ഭാഗമാണ് മഹാനായ ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ കറാമത്തിന്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞ നിബന്ധന പാലിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിന്തുടർന്ന് ദിക്ർ ചെല്ലുന്ന ആളുകളുടെ നേതൃത്വത്തിൽ അത് ചെയ്യുമ്പോൾ മഹാനവരുടെ കറാമത്ത് ഇവർ മുഖേന പ്രത്യക്ഷപ്പെടുക എന്നതാണ്. കറാമത്തിൽ അത്ഭുതങ്ങൾ പലതുമുണ്ടാവും. അവിടെ നേരത്തെ നമ്മൾ സൂറത്ത് കഹ്ഫിൽ പറഞ്ഞതുപോലെ ആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ, മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കാരണങ്ങളെ കീഴ്പ്പെടുത്തി കൊടുക്കും അല്ലാഹു തആല. അങ്ങനെ ആയുധമാവുന്ന കാരണത്തെയും അഗ്നിയാവുന്ന കാരണത്തെയും കീഴ്പ്പെടുത്തപ്പെട്ട മഹാന്മാർ അതിനുവേണ്ട നിബന്ധന പറഞ്ഞാൽ ആ നിബന്ധന അനുസരിച്ച് ചെയ്യുമ്പോൾ ഈ കാരണങ്ങൾ ഉപദ്രവകാരികളല്ലാതെ അവർക്ക് അനുകൂലമായി വരുന്നു. അതുകൊണ്ട് തന്നെ ആയുധം കൊണ്ട് പരിക്കേൽക്കുന്നില്ല, തീ കൊണ്ടിട്ട് പൊള്ളലേൽക്കുന്നില്ല. അത് സ്വന്തം അനുഭവത്തിലൂടെയോ അറിവിന്റെ അടിസ്ഥാനത്തിലൂടെയോ ബോധ്യപ്പെട്ടവർക്ക് ചെയ്യൽ ജായിസാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു തആല അൻഹു ഫത്വ ചെയ്യുകയും അതോടുകൂടി ഔലിയാക്കന്മാരുടെ കറാമത്തിനെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മുന്നിൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട് എന്നും ഇന്നും അത് പ്രത്യക്ഷപ്പെടുമെന്നും കാണിക്കാൻ വേണ്ടി വെല്ലുവിളിയുടെ രീതിയിൽ നടത്തുകയാണെങ്കിൽ അത് ദീനിന്റെ ദഅവത്തിന്റെ ഭാഗം എന്ന നിലക്ക് പുണ്യകർമ്മമാണ്, മുസ്തഹബാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. ആ അടിസ്ഥാനത്തിൽ രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യാൻ യാതൊരു നിവൃത്തിയുമില്ല. പിന്നെ പുണ്യകർമ്മങ്ങളാവുന്ന നേർച്ച സ്ഥലങ്ങളിൽ പലപ്പോഴും തെറ്റുകൾ പലതും വന്നെന്നിരിക്കാം. എങ്കിൽ പോലും അവിടെയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അവരോടൊക്കെ പറയാനുള്ളത് മഹാന്മാരായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നേതാക്കളും മുൻഗാമികളും പറഞ്ഞതുപോലെ സിയാറത്തുകളും നേർച്ചകളും നിലനിർത്തുക, അനാചാരങ്ങളും അനാവശ്യങ്ങളും വെടിയുക എന്ന്. അതന്നെ നമുക്ക് അവരോട് പറയണ്ട. അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ല നിലനിർത്തിക്കോട്ടെ. അതായത് നമ്മളിപ്പോ അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്ത്, ഔലിയാക്കന്മാരുടെ കറാമത്ത് എന്ന നിലക്ക് പല അത്ഭുതങ്ങളും കാണുമെന്ന് പറഞ്ഞു. അത് കാണുന്നുണ്ട്, അതാരും നിഷേധിക്കുന്നുമില്ല. ചിലവർക്കൊക്കെ സംശയങ്ങൾ മരിച്ചാൽ പിന്നെ ഉണ്ടാകുമെന്നാ. അതിപ്പോ അവരെ ശൈഖ് തന്നെ പറഞ്ഞു മരിച്ചാലും ഉണ്ടാവും, കബറിടത്തിലുണ്ടാവും, തന്നെയല്ല നിങ്ങളൊന്ന് വിചാരിക്കുന്നതിന്റെ ഒക്കെ അപ്പുറം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുണ്ട്. എന്നാൽ ഇതുപോലുള്ള അത്ഭുതങ്ങൾ ചില ബ്രാഹ്മണന്മാരായ ആളുകളിൽ നിന്നും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളായിരിക്കുന്ന ചില പുരോഹിതന്മാരിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പള്ളിയിലച്ഛനല്ല, അക്കൂട്ടത്തിൽ തന്നെ ചില പ്രപഞ്ചത്യാഗികളായ യോഗികളുണ്ട് അവരുടെ കൂട്ടത്തിലും. അങ്ങനെയുള്ള യോഗികളായ
ഹിന്ദു യോഗികളാവട്ടെ, ക്രിസ്ത്യാനി യോഗികളാവട്ടെ, ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നൊക്കെ പല അത്ഭുതങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇനി അതൊന്നും വേണ്ട, ഒരു തരത്തിലുള്ള യോഗിയും അല്ലാത്ത യോഗ അഭ്യസിച്ച നമ്മളെ അമീദിനെ പോലത്തെ യോഗികൾക്കും പല അത്ഭുതങ്ങളും ഉണ്ടാകും. അതൊന്നും നിഷേധിക്കേണ്ടതില്ല. അമീദ് അവിടെ എത്തിയിട്ടില്ല, എത്താൻ പൗതിക്ക് പഠിച്ചാണ് മതിയാക്കിയതാ. നല്ലോണം പഠിച്ചാല് ഉണ്ട്. ഇത് യോഗ കൊണ്ടും പല അത്ഭുതങ്ങളുണ്ടാവും. ഇതൊന്നും നിഷേധിക്കേണ്ടതില്ല. പക്ഷേ അതും തമ്മിലുള്ള വ്യത്യാസം, ഔലിയാക്കൾ അമ്പിയാക്കൾ പോലെയുള്ള കറാമത്തും മുഅ്ജിസത്തും അല്ലാത്ത ജിയാലയിലൂടെയോ സിഹറിലൂടെയോ നേടുന്ന, എങ്ങനെയുണ്ട്, ജിയാലയിലൂടെയോ സിഹറിലൂടെയോ നേടുന്ന അത്ഭുത സിദ്ധികളും തമ്മിൽ വ്യത്യാസമുണ്ട്. ജിയാല ആണ് പറഞ്ഞേക്ക് യോഗയിലൂടെയൊക്കെ, അതായത് കഠിനമായ നിരന്തര പരിശീലനവും നിരന്തരമായ ആവർത്തനം, ഇതിലൂടെ നേടിയെടുക്കുന്ന പല അത്ഭുതങ്ങളുണ്ട്. അത് റിയാദിയാത്തിൽപ്പെട്ടതാണ്. ചില സന്യാസികളൊക്കെ നേടുന്ന നല്ലൊരു ഭാഗം ഇതാണ്. യോഗയിലൂടെ പോയിട്ട് വലിയ ഉയർന്ന, അവർക്ക് അന്തരീക്ഷത്തിൽ നിലത്തുനിന്ന് ചിലപ്പം 3 അടി അതിൽ കൂടുതലൊക്കെ ഉയരത്തിൽ ഈ ഇതുണ്ടല്ലോ, എന്താ ചമ്രം പഠിച്ചിരിക്കുന്ന അതിനൊരു പേരുണ്ട്, എന്താസനം എന്നാ പറയാ, പത്മാസനത്തില് അന്തരീക്ഷത്തിൽ ഇരിക്കാൻ കഴിയും. അത് നിഷേധിക്കേണ്ടൊന്നും ആവശ്യമില്ല. നമ്മളെ കണ്ണെട്ടിയൊന്നുമല്ല, ശരിക്കും അവർ അന്തരീക്ഷത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ ആ അന്തരീക്ഷത്തിൽ ഇരിക്കാൻ കഴിയും. ഔലിയാക്കന്മാർക്കും അന്തരീക്ഷത്തിൽ ഇരിക്കാൻ കഴിയും. അപ്പൊ പിന്നെ എങ്ങനെ തിരിയാന്ന് ചോദിച്ച്, അത് സംഭവം ഇബ്നു ഹജർ അൽ ഹൈതമി പറഞ്ഞു ഫത്താവൽ ഹദീസിയൽ ദീർഘമായിട്ട്. പിന്നെ നമ്മളെ വിഷയം അങ്ങനെ നമ്മൾ ഇബ്നു ഹജർ അൽ ഹൈതമി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളവർക്കാ ഞാൻ ഇബ്നു തീമിയനെ തന്നെ കൂട്ടിക്കൊണ്ടുവന്നത് തൽക്കാലത്തെ സഹായത്തിന് വേണ്ടിയിട്ട്. അവർ പറയുന്നത്, ഒരിക്കൽ ഇങ്ങനെ മത്സരിച്ചു, അന്തരീക്ഷത്തിൽ ഇരുന്നു ഒരു യോഗി, അദ്ദേഹം അത്ഭുത സിദ്ധിയുള്ള ആളാണ്, വലിയ ഇരുന്നു, അദ്ദേഹം എന്താക്കി, അന്തരീക്ഷത്തിലൂടെ വലം വെച്ച് കറങ്ങി. പക്ഷെ യോഗിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല എന്ന്. കാരണം അദ്ദേഹത്തിന് ആ ഇരുത്തം, ആ പ്രത്യേക ആസനത്തിലുള്ള, ആ പത്മാസനത്തിലുള്ള ഇരുത്തം അന്തരീക്ഷത്തിൽ ഇരിക്കാനാവും. അത് അദ്ദേഹത്തിന്റെ നിത്യാഭ്യാസത്തിലൂടെ നേടിയെടുത്തതാ. പക്ഷേ അന്തരീക്ഷത്തിൽ എന്താക്കാൻ കഴിയില്ല, ആസനത്തിലിരുന്ന് കണ്ട് എന്താക്കാൻ കഴിയില്ല, കറങ്ങാനും പറക്കാനും കഴിയില്ല. ഇങ്ങനെ ബാഹ്യമായ ലക്ഷണങ്ങളുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി പറഞ്ഞാൽ അതൊന്നുമല്ല. ഈ കാണുന്ന അത്ഭുത സിദ്ധി മുഅ്ജിസത്താവണമെങ്കിൽ താൻ പ്രവാചകനാണ്, അള്ളാഹുവിന്റെ നബിയാണ് എന്ന് വാദിക്കുകയും ഈ വാദം ജനങ്ങളുടെ മുന്നിൽ സ്ഥിരീകരിക്കാൻ ആവശ്യമായ ഒരു വെല്ലുവിളി എന്ന നിലക്ക്, വ്യക്തമായോ പരോക്ഷമായോ ഉള്ള ഒരു വെല്ലുവിളി എന്ന നിലക്ക് കാണിക്കുന്ന സിദ്ധികൾക്കാണ് യഥാർത്ഥത്തിൽ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബിമാരിൽ നിന്ന് തന്നെ നുബുവത്തിന് മുമ്പുണ്ടാകുന്നതിന് മുഅ്ജിസത്ത് എന്ന് പറയില്ല, അത് കറാമത്തിന്റെ പട്ടികയിൽപ്പെട്ട ഇർഹാസ് എന്നാണ് പറയുന്നത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്തിന് മുമ്പ് മേഘക്കുട കൊണ്ട് തണലിട്ട് കൊടുത്തിരുന്നു എന്നാ, നുബുവത്തിന് മുമ്പ്. അതുപോലെ നടന്നു പോകുമ്പോൾ കല്ലുകൾ സലാം പറഞ്ഞിരുന്നു, മരങ്ങൾ സലാം പറഞ്ഞിരുന്നു. ഇതൊക്കെ നുബുവത്തിന് മുമ്പുണ്ടായിരുന്ന അടയാളങ്ങളാ. അത് നുബുവത്തിന്റെ ശേഷം പിന്നെ അതുണ്ടായിട്ട് കൊള്ളുന്നില്ല. ഇങ്ങനെ ഈ വ്യക്തിക്ക് ഒരു പ്രത്യേക സ്ഥാനമുള്ള ആളാണ്, ഇദ്ദേഹത്തിന് പ്രത്യേക ഒരു പദവി വരാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പ് എന്നുള്ള കൊടുക്കുന്ന ഇർഹാസ്. അതുകൊണ്ടാണ് സാധാരണ ഇവർ കൺഫ്യൂഷനാക്കുന്നത് ഈ പെട്ട ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചന്ന് ഭൂമുഖത്തുള്ള ബിംബങ്ങളെല്ലാം തലകുത്തി വീണു. നബി തങ്ങൾ ജനിച്ചപ്പോ അത് നബി തങ്ങളുടെ ജനനത്തില് ഇർഹാസാണ്. അതായത് ലോകത്തിന്റെ അവസ്ഥ മാറാൻ പോകുന്നു, ഇന്നത്തെ വ്യവസ്ഥിതികളെല്ലാം തകിടം മറിയാൻ പോകുന്നു എന്നതിലേക്കുള്ള ഒരു സൂചനയായിരുന്നു. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഈ ഹിജ്റ 7-ാം വർഷം സാക്ഷാൽ നബിയും റസൂലുമായി കൊണ്ട് 1400 സഹാബാക്കളോടുകൂടി മക്ക ഷരീഫിൽ വന്നു. കാബൻ തവാഫ് ചെയ്തിട്ട് ഒരൊറ്റ ബിംബം തരയൊന്ന് കുനിച്ചും കൂടി ചെയ്തില്ല. ജനിക്കുമ്പോ എന്ത് പ്രത്യേകത കൂട്ടരുള്ളത്? ജനിക്കുമ്പോ ഭൂമിയിലുള്ളത് മുഴുവൻ തലകുത്തി വീണെങ്കിൽ 1400 പട്ടാളക്കാരോടുകൂടി നബിയും റസൂലുമായിട്ട് വന്ന് കാബ 7 തവാഫ് ചെയ്തിട്ട് ഒരു ബിംബം തല കുനിച്ചൂടും ചെയ്തില്ല. വെറുതെ ബിഡിൽ പറയാണ്, ബിഡൻസ് ആണ്, അതൊക്കെ തട്ടിപ്പാണ് എന്ന് പറയുമ്പോ ചരിത്രപരമായി ഇതിന് വല്ല അടിസ്ഥാനമുണ്ടോ? ഞാൻ ഈ പറഞ്ഞത് തന്നെ ശരിയോ എന്നൊന്ന് ആലോചിക്കുന്നു. പിന്നെ ആ സാധനത്തിന് ഉണ്ടാവില്ലല്ലോ. ബുദ്ധി ആലോചനയുള്ള പണ്ട് ആബു സാഹിബ് കുറ്റങ്ങളെ പറ്റി നല്ലൊരു പരിചയപ്പെടുത്തുന്നത് അറിയുമല്ലോ. ആബു സാഹിബിന് ഈ മഹാകവി എന്ന് പറയാൻ പറ്റുന്ന മാപ്പിള കവി സാമ്രാട്ടുകളിൽപ്പെട്ട തന്നെയല്ല, ഇതിന്റെ
പരിശോധിച്ച് അതിന്റെ ഗുണഗണങ്ങൾ പറയാൻ കഴിവുള്ള മഹാപണ്ഡിതനായതോടുകൂടി ഒരു സൂഫി ചിന്തകനും കൂടിയായിരുന്നു ആബു മാഷർ. ആബു മാഷർ തലശ്ശേരിക്കാരൻ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സംഗതി എന്താന്ന് വെച്ചാൽ ഇവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് തരില്ല, ഇവർക്ക് മറ്റേ തകരാറുണ്ടല്ലോ, ഈ കണ്ണുരോഗ വിദഗ്ധരെ അടുത്ത് പോയാൽ പറയും ഷോർട്ട് സൈറ്റിന്റെ സുഖേടുണ്ട് നിങ്ങൾക്ക് പറയും എന്ന് പറഞ്ഞാൽ ഞാൻ ദൂരത്തേക്ക് കാണൂല, അടുത്തേ കാണുള്ളൂ, ദീർഘദൃഷ്ടിയില്ലായ്മ, ഈ തകരാറ് മാത്രം. കാര്യം ഒന്ന് സാവകാശം അവധാനതയോട് കൂടി ചിന്തിച്ചാൽ കാര്യങ്ങളൊക്കെ എത്തും. ഒറ്റ നോട്ടത്തിൽ പ്രസംഗമായി. അതാണ് പ്രശ്നം. ആദ്യം പറഞ്ഞത് വ്യവസ്ഥിതി മാറാൻ പോകുന്നു, ലോകത്ത് വമ്പിച്ചൊരു പരിവർത്തനം സൃഷ്ടിക്കാൻ പോകുന്നു എന്നതിലേക്കുള്ള ഒരു മുന്നറിയിപ്പ് സൂചനയായിട്ടായിരുന്നു ജന്മസമയത്ത് ഈ തലകുത്തി വീഴൽ. നബിയായി വന്ന് നബിയാണെന്ന് സ്ഥിരപ്പെട്ടു, ധാരാളം ദൃഷ്ടാന്തങ്ങളിലൂടെ മുഅ്ജിസത്തുകളിലൂടെ നബിയാണെന്ന് സ്ഥിരപ്പെട്ട് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സൂചന കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് രണ്ടാമത് വന്നപ്പം പിന്നെ അവിടെ തലകുത്തി വീഴേണ്ട ആവശ്യമില്ല. മൂന്നാമതൊരു വരുന്നുണ്ട്, അന്ന് തല മാത്രമല്ല മുഴുവൻ കുത്തി തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ഓർഡറുമായിട്ട് വരുന്നുണ്ട് 8ാം കൊല്ലത്തിൽ. അതുകൊണ്ട് 7ാം കൊല്ലത്തിൽ അവിടെ നിൽക്കട്ടെ, വരാൻ പോകുന്നു. അപ്പൊ ആദ്യത്തത് വരാൻ പോകുന്ന പരിവർത്തനത്തെ സംബന്ധിച്ചുള്ള സൂചന, അതിന് ഇർഹാസ് എന്നാണ് പറയാ. അത് കറാമത്തിന്റെ ഭാഗമാ. അതുപോലെ തന്നെ കല്ല് സലാം ചൊല്ലിയതും തുടങ്ങി ഈ മേഘക്കൊട, അതുപോലെ വേറെ ഇവരുണ്ടാക്കുന്ന ഒരു സംശയമാണ്, നബിക്ക് മേഘക്കൊട തണലിട്ടൂന്ന് ഓരോന്ന് പറയും. എന്താണ് നബി സാധാരണ മനുഷ്യനാന്ന് പറഞ്ഞു കിട്ടണവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള കളിയാ. ഹിജറ പോയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖും ഖുബൈലെത്തി. രണ്ടാളും പരിചയമുള്ളവരിൽ കുറവാവിടെ, ഒക്കെ പുതിയ ആളുകളാ. അപ്പോ കുറച്ചൊരു പ്രായവും പക്വതയും വയസ്സ് തന്നു തോന്നുന്നത് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹുവിന്. വയസ്സ് 2 വയസ്സ് കുറവാണെങ്കിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തലയും താടിയൊക്കെ നരച്ച് ഒരു പക്വത വന്ന ഒരു ഇരുത്തം ചെന്ന ഒരു മധ്യവയസ്കനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ, നബി തങ്ങൾക്ക് സിദ്ദീഖിനെക്കാട്ടിലും 3 വയസ്സേറെയാണ്, 53 വയസ്സായിരുന്നു. പക്ഷേ ഒറ്റ മുടി നരച്ചിട്ടില്ല, നല്ല സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ നബിയാവുമ്പോ കുറച്ചൊരു പ്രായം പക്വതയൊക്കെ ഉണ്ടാവുമല്ലോ എന്നുള്ള നിലയ്ക്ക് ഈ വിവരമില്ലാത്ത ആളുകൾ, സാധുക്കള് വേഗം വന്നുകാണ്ട് അബൂബക്കർ സിദ്ദീഖിനെ കൈപിടിച്ച് സലാം പറഞ്ഞ് കൈമുത്തും, മറ്റയാളോട് സലാനും പറയും. കാരണം ഈ നബിനൊക്കെ ഒരു സഹായിക്കുന്ന ഒരാളൊക്കെ ആണല്ലോ എന്നുള്ള ആൾക്ക് ഒരു ബഹുമാനം ഉണ്ടെന്നല്ലാതെ നബി തന്നെയാണെന്നുള്ള നാരം തിരിച്ചില്ല ആൾക്കാർ. കുറെ കഴിഞ്ഞ് വെയിൽ ചൂടായപ്പോ വേഗം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് എഴുന്നേറ്റ് തന്റെ ചുമലിൽ ഇട്ടിരുന്ന ഒരു തട്ടുണ്ട്, ആ തട്ടം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ മറപിടിച്ചു വെയിലുള്ളതൊക്കെ. അപ്പോഴാണ് ഈ വിവരമില്ലാത്ത സാധുക്കൾ മനസ്സിലാക്കിയ പഠിച്ചോനെ നമ്മള് നേരെ മറിച്ചാണല്ലോ മനസ്സിലാക്കി. ഈ ചെറുപ്പക്കാരൻ കുട്ടിയായിട്ട് തോന്നുന്നത് ഇതാണല്ലോ അള്ളാഹിന്റെ റസൂലായിട്ടുള്ളവര്, മറ്റയാളെന്റെ ഹാദിമാണല്ലോ എന്ന് മനസ്സിലാക്കി. ഇത് പ്രസിദ്ധമായ ചരിത്ര. ഇപ്പൊ നോക്കിയാണ് നിങ്ങള് ഹിജറ ചെല്ലുന്ന അന്നല്ലേ എന്നാ വല്ല പുതുമയുണ്ടെങ്കിൽ ജനങ്ങൾ 4 ആൾക്ക് കാണാൻ കാണിച്ചു കൊടുക്കണ്ടത്. അന്ന് അബൂബക്കർ സിദ്ദീഖ് തട്ടം കൊണ്ട് ഇങ്ങനെ നടപടിക്കുക. എന്നിട്ട് ഇവര് പറയാണ് ഷാമുക്ക് കച്ചവടത്തിനും പോയപ്പോഴും മറ്റോടത്ത് കച്ചവടത്തിനും പോയപ്പോഴും ഒക്കെ മേഘക്കൊട കൊണ്ട് ഇങ്ങനെ വിടലേന്ന്. ഇതൊക്കെ ഇവര് പ്രസംഗിക്കുന്നതാണ്. നിങ്ങളെന്താ മനസ്സിലാക്കി? നമ്മൾ പിന്നെ ആ ഭാഗത്തേക്ക് ആ സ്റ്റേജിൽ കണ്ട് ഇറങ്ങിയിട്ടില്ല. വളരെ തറ സംസ്കാരപര പ്രസംഗങ്ങൾ, അതിന് മറുപടി അറിയിക്കുന്നില്ല. മുമ്പ് ഷാമിൽ പോയപ്പോഴും മറ്റടുത്ത് പോയപ്പോഴും ഒക്കെ പറഞ്ഞ അന്നൊന്നും നബിയല്ല, ഭാവിയിൽ വരാൻ പോകുന്ന മഹത്തായ ഒരു സ്ഥാനലബ്ധിയിലേക്കുള്ള ചില സൂചനകൾ കറാമത്തായി കൊടുക്കുക. അതിന് ഇർഹാസ് എന്നാ പറയുന്നത്. നുബുവത്ത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു, ധാരാളം അത്ഭുതങ്ങൾ, ചന്ദ്രൻ പിളരൽ വരെയുള്ള അത്ഭുത മുഅ്ജിസത്തുകളിലൂടെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മേഘക്കൊട കാണിച്ചു കൊടുത്തുകൊണ്ട് നബിക്ക് അത്ഭുതം കാണിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അവിടെ ഇല്ലാത്തത് ഇർഹാസ്. അപ്പം നബിമാർക്ക് തന്നെ ഉണ്ട് സംഭവങ്ങൾ മുമ്പുള്ളതാണെങ്കിൽ ഇർഹാസ് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് കിട്ടിയതിന് ശേഷം ഉണ്ടാകുന്ന അത്ഭുതങ്ങൾക്കൊക്കെ വെല്ലുവിളിയുടെ സ്വഭാവം ഉണ്ടാവും. താൻ പ്രവാചകനാണെന്ന് വാദിക്കുകയും ഇത് തെളിയിക്കാനുള്ള തെളിവ് എന്ന നിലക്ക് പ്രത്യക്ഷമോ പരോക്ഷമോ ആയ വെല്ലുവിളി. എന്താന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ കാരണം പലപ്പോഴും ശത്രുക്കളോട് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ചന്ദ്രൻ പുലർന്നതും മറ്റുമൊക്കെ. ചിലയിടത്ത് അതൊന്നുമില്ല, മോമിനീങ്ങൾ തന്നെ ഉണ്ടാവൂ. അവിടെ ആർക്കും ഒരു തർക്കമില്ല, ഒരു സംശയമില്ല. അവിടെയുണ്ടല്ലോ ഒരുപാട് അത്ഭുതങ്ങൾ. പക്ഷേ അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ അത്ഭുതങ്ങൾ പ്രത്യക്ഷപ്പെടുന്നിടത്തൊക്കെ പറയും അശ്ഹദു അന്നീ റസൂലുള്ളാഹ്. അതാണ് പരോക്ഷമായ വെല്ലുവിളി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഉറപ്പാണ്, പക്ഷെ ഇപ്പോഴും ഉറക്കാത്ത പലരും ലോകത്തുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതൊന്നും എന്റെ സ്വന്തത്തിലല്ല, ഞാൻ അള്ളാഹു അയച്ച പ്രവാചകനാണ് എന്നതിന് തെളിവ് എന്നൊക്കെയാണ് ഈ അത്ഭുതങ്ങളൊക്കെ കാണുന്നത്. അപ്പൊ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ പ്രവാചകത്വവാദത്തെ അനുബന്ധിച്ചുകൊണ്ടുണ്ടാവുന്ന അത്ഭുതങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. കറാമത്ത് എന്ന് പറയുന്നത് അമ്പിയാക്കന്മാരുടെ ശരീഅത്ത്
പരിപൂർണമായി പിന്തുടർന്ന് അള്ളാഹുവിൽ തവക്കുലാക്കിയ മുത്തഖീങ്ങളിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന അസാധാരണ സംഭവങ്ങൾക്ക് മാത്രമേ കറാമത്ത് എന്ന് പറയൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത്തിബാ ചെയ്യാതെ ശരീഅത്തുൽ ഇസ്ലാം പിന്തുടരാതെ ഒരാളിൽ നിന്നിട്ടുണ്ടാകുന്ന ഏത് അത്ഭുതത്തിനെ സംബന്ധിച്ചും സിഹർ എന്നാണ് ഇസ്ലാം പറയുക. ഈ സിഹറിൽ പെട്ടത് ആണ് കൈയടക്കം, അതുപോലെ തന്നെ നിത്യപരിശീലനം, സേവ, കൺകെട്ട് പോലെയുള്ളതൊക്കെ ഈ സിഹറിന്റെ പട്ടിക. സിഹർ പല ജാതി സിഹറുകളുമുണ്ട്. ഇതൊക്കെ അപ്പൊ ഏതാണെന്ന് തീരുമാനിക്കാൻ ഈ വ്യക്തിയെ പരിശോധിച്ചുകൊണ്ടാണ് തീരുമാനിക്കേണ്ടത്. നുബുവത്തിന്റെ പ്രശ്നമൊന്നുമില്ല, കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി ആ പട്ടിക അവസാനിച്ചു കഴിഞ്ഞു. ഇനി അതിൽ കൺഫ്യൂഷൻ ഇല്ല. ഇനി ഉണ്ടാകുക കറാമത്തിലാണ്. കറാമത്ത് ഒരാളിൽ അത്ഭുതം കണ്ടതുകൊണ്ടൊക്കെ കറാമത്താണെന്ന് വിശ്വസിക്കേണ്ട. അത് നല്ലോണം അടിസ്ഥാനപരമായി സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇദ്ദേഹം പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ, ഫർളും സുന്നത്തുമായ കാര്യങ്ങൾ കണിശമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പാലിക്കുകയും അടിസ്ഥാനപരമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കി ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽപ്പെട്ടവനാണോ, അദ്ദേഹത്തിൽ നിന്ന് ജീവിതകാലത്തോ മരണ അനന്തരമോ കാണുന്ന എല്ലാ അത്ഭുതങ്ങളും കറാമത്താണ്. നേരെ മറിച്ച് ഇദ്ദേഹം അള്ളാഹുവിൽ തവക്കുലില്ലാത്തൊരു ജീവിയാണ്. അതല്ലെങ്കിൽ ഫർളും സുന്നത്തുമായ ശരീഅത്തിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തി യഥേഷ്ടം തോന്നിവാസിയായി ജീവിക്കുന്ന വ്യക്തിയാണ്. അങ്ങനത്തെ വ്യക്തികളിൽ നിന്ന് കാണുന്ന ഏത് അത്ഭുതങ്ങളാണെങ്കിലും അതൊക്കെ സിഹറിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുന്നു. നുബുവത്തിന്റെ അടയാളമാവുന്ന മുഅ്ജിസത്ത്, വിലായത്തിന്റെ അടയാളമാവുന്ന കറാമത്ത്, അല്ലാത്തവരിൽ നിന്നുണ്ടാവുന്ന അസാധാരണ സംഭവങ്ങളാവുന്ന സിഹർ. അപ്പൊ ഒന്നൊന്നിനോട് കൺഫ്യൂഷനാണ്. ബാഹ്യമായി തുല്യമായിരിക്കും പലതും. ഔലിയാക്കന്മാരുടെ കറാമത്തും ഈ പറയുന്ന സിഹറന്മാരുടെ അത്ഭുതങ്ങളും ബാഹ്യമായി രണ്ടും തുല്യമായത് കാണാം. ഇവിടെ നമുക്ക് സംശയത്തിന് വഴിയുണ്ടാവേണ്ട. വ്യക്തികളെ പരിശോധിച്ച് ആരിൽ നിന്നിട്ട് പ്രത്യക്ഷപ്പെട്ടു, അദ്ദേഹം ഇസ്ലാം ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്ന ഒരു മുത്തഖിയാണോ, തഖ്വയുടെ ലക്ഷണം അദ്ദേഹത്തിലുണ്ടോ എങ്കിൽ ആ കണ്ട അത്ഭുതം കറാമത്താണെന്ന് വിശ്വസിക്കാം. അതില്ലേ എങ്കിൽ സിഹറാണ് എന്ന് വിശ്വസിക്കാം. നമ്മളെ ആളുകൾക്ക് ഒരു തകരാറുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത്ഭുതം ആര് കാണിച്ചാലും ഇയാളൊക്കെ വലിയ തങ്ങളാണ്, ഔലിയാണ്, നേതാവാണ്, മഹാനാണ് എന്ന് പറഞ്ഞിട്ട് അയാളെ പിന്തുടർന്ന് അയാൾ കാണിച്ചിരുന്ന മാർഗത്തിൽ പോയി അവസാനമുള്ള ഈമാനും ഇസ്ലാമും മുഴുവൻ നഷ്ടപ്പെട്ട് കാഫറായി ചത്തുപോകാൻ ഇടവരുന്നുണ്ട്. അത് സൂക്ഷിക്കണം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്ഭുതങ്ങളല്ല മാനദണ്ഡം, ഇയാളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. തഖ്വയുണ്ടോ, ഈമാനുണ്ടോ, ശരീഅത്തുൽ ഇസ്ലാം അനുസരിച്ചാണോ ജീവിതം എങ്കിൽ അയാളിൽ നിന്ന് കാണുന്നത് മാത്രമാണ് കറാമത്ത്. കറാമത്ത് ഇല്ല എന്നതുകൊണ്ട് ഒരാൾ വലിയല്ലാതിരിക്കില്ല. കറാമത്ത് ഉണ്ടാവാം വലിയുകൾക്ക്, പക്ഷേ വലിയുകൾക്ക് മാത്രമേ കറാമത്ത് ഉണ്ടാവൂ. മറ്റ് വലിയല്ലാത്ത, അള്ളാഹുവിന് വഴിപ്പെടാത്ത, ഫർദ് നിസ്കരിക്കാത്ത, കള്ളുകുടിക്കുന്ന, അന്യപെണ്ണുങ്ങളുമായി ഇടപഴകുന്ന ഇങ്ങനെയൊക്കെയുള്ള ആളുകളിൽ നിന്നിട്ട് അത്ഭുതങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് സിഹറിന്റെ ഭാഗമാണ്. ഇസ്തിദ്റാജ് എന്നായിരിക്കും ചിലപ്പോൾ അതിന്റെ പേര്. അത് കറാമത്തല്ല, ബാഹ്യമായ തുല്യതയുള്ളൂ. യഥാർത്ഥത്തിൽ വസ്തുതാപരമായ അത് മൂന്നും മൂന്നാണ്. മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ പോലെയുള്ളവര് മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ടുള്ള സഹായം, ആ സഹായം അവരുടെ ഖബറിന്റെ അരികെ ചെന്ന് ആവശ്യപ്പെടുമ്പോൾ ലഭിക്കുക അല്ലെങ്കിൽ ലഭിക്കാതിരിക്കുക എന്നിങ്ങനെ യാതൊരു വ്യത്യാസവും ഇല്ല. ഖബറെടുത്തുങ്ങൾ ചെല്ലുന്നത്, അവരെ സിയാറത്ത് ചെയ്യുക, അത് ഏതൊരു മുഅ്മിനായ മനുഷ്യന്റെയും ഖബർ സിയാറത്ത് ചെയ്യൽ പുണ്യകരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചതാണ്. ഏത് മുഅ്മിനാണെങ്കിലും ആ മുഅ്മിന്റെ ഖബറിടം സന്ദർശിക്കുക എന്നത് സുന്നത്താണ്. അതോടുകൂടി അമ്പിയാക്കൾ, ഔലിയാക്കൾ പോലെയുള്ള മഹാന്മാരാണെന്ന് അറിയപ്പെട്ട ആളുകളുടെ ഖബർ സിയാറത്ത് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. ഈ സുന്നത്തായ ഇബാദത്ത് ഇത് സിയാറത്തിൽ ഏറെണ്ട്. സിയാറത്ത് ചെയ്യാതെ ആവുമ്പോ ആ സുന്നത്തായ ഇബാദത്ത് ഇല്ല എന്നേ വരൂ. അപ്പൊ നമ്മള് ഒരു കാര്യം ചോദിക്കുമ്പോ നല്ലോണം മനസ്സിലാക്കണം. ഒരു കാര്യം ചോദിക്കുമ്പോൾ ഈ ചോദിക്കുന്നതിന്റെ മുമ്പ് ഒരു പുണ്യകരമായ ഇബാദത്ത് വസീലയാക്കി ചോദിക്കുമ്പോൾ അത് ഉത്തരം കിട്ടാൻ കൂടുതൽ സഹായകമാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയും ഖുർആൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതാണല്ലോ. വബ്തഗു ഇലൈഹിൽ വസീല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ നിങ്ങൾ മാധ്യമങ്ങളെ തേടുക. മാധ്യമങ്ങൾ എന്നാൽ തർക്കമില്ലാത്ത വിഷയമാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഫർളോ സുന്നത്തോ ആയ പുണ്യകർമ്മങ്ങൾ. ഈ വസീല എന്ന് പറഞ്ഞാൽ
ഫർളോ സുന്നത്തോ ആയ പുണ്യകർമ്മങ്ങളാണ് വസീല. ഇങ്ങനെയുള്ള വസീല സ്വീകരിക്കണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ എന്തൊരു കാര്യം പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുമ്പോഴും ആ പ്രാർത്ഥനയോടനുബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ തൊട്ടുമുമ്പ് ഒരു പുണ്യകർമ്മമാവുന്ന സ്വാലിഹായ അമൽ ചെയ്യുകയും അത് ഇടയാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ അത് കൂടുതൽ സഹായകമാണ്. നമ്മൾ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ഒരു മഹാനായ വലിയന്റെയോ പ്രവാചകന്റെയോ ഖബറെടുത്തുങ്ങൾ ചെല്ലുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ മഹാനെ സിയാറത്ത് ചെയ്യുക എന്ന് പറയുന്ന സുന്നത്തായ അമല്. ഈ സുന്നത്തായ അമല് ചെയ്ത് അദ്ദേഹത്തിന് സലാം പറയാന്ന് പറയുന്നത് വേറൊരു സുന്നത്താണ്. ആ സുന്നത്തായ അമല് ഖുർആൻ ഓതൽ സുന്നത്താണ്. അത് സുന്നത്തില്ല ഹറാമാന്ന് ചിലരൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന് തെളിവില്ല. ഹറാമാന്ന് വെറുതെ പറയാണ്, സുന്നത്താണെന്നതിന് ഹദീസ് തെളിവുണ്ട്. ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു തന്നെ ഒരിക്കൽ അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഹദീസ് ഉദ്ധരിച്ചപ്പോൾ അതോടുകൂടി അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഖുർആൻ ഓതി സലാം പറഞ്ഞു സിയാറത്ത് ചെയ്തു 3 വസീലായി. സിയാറത്ത് ചെയ്യാറുള്ള ഒരു സുന്നത്തായ അമല്, അതൊരു സലാം പറയാന്ന് പറഞ്ഞ മറ്റൊരു സുന്നത്തായ അമല്, ഖുർആൻ ഓതുക എന്ന് പറയുന്നത് വേറൊരു സുന്നത്തായ അമല്. ഈ 3 സുന്നത്തായ അമലുകൾ വസീലയാക്കിക്കൊണ്ട് ഈ മഹാന്മാരെ ഇടയാക്കി അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ സാധ്യത കൂടും. അതേ സമയത്ത് നമ്മൾ മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ച് അവരോട് സലാം പറഞ്ഞു, അവർക്ക് വേണ്ടി ഖുർആൻ ഓതി അല്ലെങ്കിൽ അന്നദാനം നടത്തി അതവരുടെ മേൽ ഹദിയാക്കി നമ്മളുടെ കാര്യങ്ങൾ ചോദിച്ചാൽ അതും വീടും. പക്ഷേ സിയാറത്ത് എന്ന് പറയുന്നത് മറ്റു ഒരു സുന്നത്ത് കുറഞ്ഞു എന്ന് മാത്രം. സിയാറത്ത് ചെയ്യാനൊരു സുന്നത്തായ അമലാണ്, അതും കൂടി വസീല ഏറെ ഉണ്ടാവും അവിടെ ചെല്ലുന്നവന്. അതിന്റെ പുറമെ നേരിട്ട് പറഞ്ഞാൽ നേരിട്ട് മടക്കും എന്നുള്ള ഒരു പുണ്യവും കൂടി കിട്ടും. അല്ലാതെ ആയാലും അവരെ ഇടയാക്കി അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് സ്ഥല കാലപരിമിതികളൊന്നുമില്ല. ജീവിതത്തിലായാലും മരണശേഷമായാലും അവരുടെ സമീപത്ത് വെച്ചായാലും വിദൂരത്ത് വെച്ചായാലും അള്ളാഹു ബഹുമാനിച്ച അവന്റെ ഇഷ്ടദാസന്മാരാണ് എന്നതാണ് നമ്മളും അവരും തമ്മിലുള്ള ബന്ധം. ഈ ഇഷ്ടദാസന്മാരെ സ്നേഹിക്കുക എന്നത് നമ്മുടെ ഇബാദത്താണ്, ഈമാനാണ്. ഈമാനാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും വലുത്. ആ ഇബാദത്താവുന്ന ഈമാൻ അവര് അള്ളാഹു ബഹുമാനിച്ചു എന്നതിന്റെ മേൽ ബഹുമാനിക്കുകയും അള്ളാഹു സ്നേഹിച്ചു എന്നതിന്റെ മേൽ സ്നേഹിക്കുകയും ഈ ഈമാനാവുന്ന വസീല വെച്ചുകൊണ്ട് അവരെ ഇടയാക്കി അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ഉത്തരം കിട്ടാൻ എളുപ്പമാണ്. അവിടെ പോയാൽ സിയാറത്ത് എന്ന് പറയുന്ന ഒന്നുകൂടി ഏറെ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ അടുത്തൊന്നും ആവാ വിട്ടുന്നു ആകാം, അടുത്തുനിന്നാവുമ്പോൾ സിയാറത്ത് ചെയ്തെന്നുള്ളൊരു സുന്നത്തും കൂടി ഏറെ കിട്ടും. ഇല്ല ഞാൻ സിയാറത്ത് ഉണ്ടാവില്ല എന്നുള്ളൂ, ബാക്കി ചെയ്യാവുന്ന പുണ്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒന്നുമില്ലെങ്കിൽ അവരെ സ്നേഹിക്കുക എന്നറിയണതിന് ഏറ്റവും വലിയ പുണ്യം, ആ സ്നേഹവും അവരെ മഹബത്ത് വെക്കുക എന്നറിയുന്ന പുണ്യം, ആ പുണ്യമാവുന്ന ഈമാൻ വസീലയാക്കിയിട്ട് ദുആ ചെയ്താൽ അബ്തൗഇലഹിൽ വസീല എന്ന് പറയുന്ന വസീല, അള്ളാഹുവിലേക്ക് നിങ്ങൾ വസീല തേടിക്കൊള്ളൂ എന്ന് പറയുന്ന ആയത്തനുസരിച്ച് അമൽ ചെയ്തതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം തരുന്നവൻ അള്ളാഹുവാണ്. ചിലപ്പോൾ നേരിട്ടായിരിക്കും, ചിലപ്പോൾ മഹാന്മാർ